അമ്മേ പരിശുദ്ധമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. അങ്ങയുടെ മക്കള് ഈ ആശീർവാദം വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ജീവിതത്തിന്റെ വിവിധ മണ്ഡലങ്ങളിലേക്ക് പോവുകയാണ്. കർത്താവേ, ഇവിടെ ഓഫീസിൽ പോകുന്നവരുണ്ട്, അവിടെ സ്ഥിരമായിട്ട് അവർ അനുഭവിക്കുന്ന പല വിധത്തിലുള്ള പ്രയാസങ്ങളും ഞെരുക്കങ്ങളും രക്തസമ്മർദ്ദം ഉണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ട്. കർത്താവേ, ആ വിഷയങ്ങളെല്ലാം ദൈവത്തിന് ഈ നിമിഷം പരിശുദ്ധയുടെ മാധ്യസ്ഥേൽപ്പിക്കുന്നു. സ്കൂളിൽ പോകുന്ന അധ്യാപകരെ, പഠിക്കാൻ പോകുന്ന കുഞ്ഞുങ്ങളെ, കോളേജിൽ പോകുന്നവരെ, അവിടെ എല്ലാം അവർക്ക് ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ പരിശുദ്ധ ദേവമാതാവിനെ ഞാൻ ആ വിഷയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ബാങ്കിൽ പോകുന്നവരെ, അതുപോലെ തന്നെ ഓരോരോ ആവശ്യങ്ങൾക്കായി ദൈവതിരുസന്നിധിയിലെ ഇതുവരെ വെച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകൾ, ഇന്നുവരെ ചില കാര്യങ്ങൾ നീക്കുപോക്കില്ലാത്ത വിഷയങ്ങൾക്കെല്ലാം ഈ കർത്താവിൻ്റെ ആശീർവാദത്താലെ ഈശോ മിശിഹായുടെ ഉന്നതമായ നാമത്തിൽ പ്രാർത്ഥനയുടെ ശക്തിയാൽ നിങ്ങൾക്ക് നീക്കുപോക്കുണ്ടാകണേ പ്രാർത്ഥിക്കുന്നു. തടസ്സപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ
ചെയ്യാൻ പറ്റാതെ ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ട് മാറ്റി വെച്ചിട്ട് ചെയ്യാതെ നീണ്ടു പോകുന്ന കാര്യങ്ങളുടെ മേലെ കർത്താവിൻ്റെ കരുണ വിശുദ്ധമായ രക്തം തളിക്കപ്പെട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കുരിശടയാളത്തിൽ, ദൈവശക്തിയാൽ നിൻ്റെ എല്ലാ നിയോഗങ്ങളും കർത്താവ് ഏറ്റെടുക്കുകയും നിവർത്തിക്കുകയും മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ വലിയ വിലപിടിപ്പുള്ള സാക്ഷിയായി ദൈവം നിന്നെ മാറ്റുകയും ചെയ്യട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവിനെ നീക്കുവാമേ. ലൂക്കായുടെ സുവിശേഷം 11:23. എന്നോട് കൂടെ അല്ലാത്തവൻ എനിക്കെതിരാണ്. എന്നോട് കൂടെ ശേഖരിക്കാത്തവൻ ചിതറിച്ചു കളയുന്നു. ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ, പരപിതാവിൻ്റെ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറയണത്, നിങ്ങൾക്ക് ജോലി വേണം, വീട് വേണം, വിവാഹം കഴിക്കണം, കുഞ്ഞുങ്ങളെ വേണം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് പറയുന്നുണ്ട്. ഭൗതിക ജീവിതത്തിൻ്റെ എല്ലാം, വാഹനം, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ്. വലിയ സന്തോഷമുള്ള വചനമാണ്. ലൂക്കാ 12:30. നിങ്ങൾക്ക് ഇതെല്ലാം ആവശ്യമാണെന്ന് നിങ്ങളുടെ പിതാവിനറിയാം. അതെ, ഞാനിപ്പോൾ പിതാവിനെ കുറിച്ചല്ല എപ്പോഴും സംസാരിക്കണത്. പിതാവിൻ്റെ ഒരു നിലപാട് എന്താണ്? വീട്, ജോലി, വിവാഹം, ഉന്നത വിദ്യാഭ്യാസം, ഡോക്ടറേറ്റ്, PhD, അതുപോലെ ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണെന്ന് എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് അറിയുന്നു. അതാണ് വിഷയം. അപ്പം ദൈവത്തിലായിരിക്കുന്നതിന് എന്തും ആഗ്രഹിക്കാം. പക്ഷെ ഒരു നിലപാടെന്ന് പറയണത്, ഈ ആഗ്രഹിക്കുമ്പോൾ എന്താ സംഭവം? പ്രയോറിറ്റി എന്ത് ചെയ്യണം? ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിൻ്റെ നീതിയെയും കുറിച്ച് അന്വേഷിക്കണം. അതായത് നമ്മൾക്ക് യേശുക്രിസ്തു നൽകിയവൻ അവനോടുകൂടെ സമസ്തവും നമുക്ക് നൽകുകയില്ലേ? നമ്മൾ ഈ ആഴ്ച കണ്ടില്ലേ? അപ്പോൾ ഈ സമസ്തവും നമുക്ക് നൽകുന്നതിന് ദൈവം തയ്യാറാണ്. പക്ഷെ നമ്മൾ ചോദിക്കുമ്പോൾ ക്രിസ്തുവിന് വേണ്ടി, ക്രിസ്തുവിൻ്റെ കൂടെയാണ് അത് ചോദിക്കേണ്ടത്. പലർക്കും വരുന്നൊരു വിഷയം അതാണ്. അപ്പം ക്രിസ്തുവിനെ മാറ്റി നിർത്തിയിട്ട് ആ സമസ്തവും കൊണ്ട് ആർമാദിച്ച് അവസാനം അർത്ഥശൂന്യമായി ചത്ത് മണ്ണ് മറയുന്ന ഒരു വിഡ്ഢിത്തരമാണ് പൊതുവെ ആൾക്കാരെ അവലംബിച്ച് വരണത്. ആ ട്രാക്കിൽ നിന്നൊന്ന് മാറി കർത്താവിൻ്റെ വെളിപാടിൻ്റെ വചനത്തിൻ്റെ വഴികളിലൂടെ മുന്നേറാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. പരിശുദ്ധ അമ്മ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യാൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിന് അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. എൻ്റെ പേര് മേരി വർഗീസ്. ഇതെൻ്റെ ഭർത്താവ് വർഗീസ്. ഞങ്ങളുടെ സ്ഥലം ചാലക്കുടിക്കടുത്ത് മേലൂര്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2023 സെപ്റ്റംബർ 29 ഉടമ്പടി എടുത്ത അന്ന് മുതൽ കൃപാസനം പത്രം വഴിയാണ് ഞാൻ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത്. കൃപാസനം പത്രം വായിച്ച് അതിലെ സാക്ഷ്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് അമ്മേനെ ഒന്ന് വന്ന് കാണണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. മാസങ്ങളോളം ഞാൻ അതിനുവേണ്ടി ഒരുങ്ങി പ്രാർത്ഥിച്ചു. ഒരു 1.5 വർഷം കൊണ്ട് 500ഓളം ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചു. ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും അമ്മ തന്നെയാണ് പറഞ്ഞത്, നീ വന്ന് കണ്ടാൽ പോരാ, നീ ഉടമ്പടി എടുക്കണം, ഞാൻ സഞ്ചാരി മാതാവാണ്, ഞാൻ നിൻ്റെ കൂടെ ഉണ്ടായിരിക്കുമെന്ന്. ഞാൻ ചെറുപ്പം മുതലേ വളരെയേറെ വിശ്വാസത്തോടെ ഈശോയോടും മാതാവിനോടും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. എനിക്ക് പലപ്പോഴും അമ്മ മാതാവിൻ്റെ സുഗന്ധാഭിഷേകവും അമ്മ മാതാവിൻ്റെ സ്വപ്നം കാണാനും ഉള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ അമ്മ പറഞ്ഞതനുസരിച്ചാണ് 6 മാസം ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്ത് ഇവിടുന്ന് ഉടമ്പടി പത്രിക സൈൻ ചെയ്ത ആ നിമിഷം തന്നെ എന്തോ ഒരു വലിയ ഭാഗ്യം, എന്തോ ഒരു വലിയ നിധി കിട്ടിയ ഒരു സന്തോഷത്തോടെയാണ് ഞാൻ ഉടമ്പടി എടുത്ത് താഴേക്ക് ഇറങ്ങി വന്ന് ഇവിടെ അൾത്താരയുടെ മുമ്പിൽ വന്ന് മുട്ടുകുത്തി അമ്മ പറഞ്ഞതനുസരിച്ച് ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഇനി എൻ്റെ മരണം വരെ ഞാൻ ഈ ഉടമ്പടിയിൽ വിശ്വസ്തതാപൂർവ്വം ഉടമ്പടിയിൽ ജീവിക്കുമെന്ന് ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് ഞാൻ ഇവിടെ നിന്ന് എഴുന്നേറ്റപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എനിക്ക് വെരിക്കോസിൻ്റെ അസുഖമുള്ളത് കൊണ്ട് 10 വർഷത്തിന് മേലെയായി എനിക്ക് മുട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അമ്മയുടെ അടുത്ത് വന്ന് മുട്ട് കുത്തിയതിന് ശേഷം എനിക്ക് പിന്നീട് മുട്ട് കുത്താൻ ഒരു പ്രയാസമില്ല. അങ്ങനെ അത് കഴിഞ്ഞ് വീട്ടിൽ ചെന്ന് അന്ന് മുതൽ ഉടമ്പടി നിബന്ധനകളെല്ലാം കൃത്യമായി പാലിച്ച് എല്ലാ പത്രം വിതരണവും എല്ലാ ഉടമ്പടി നിബന്ധനകളും കൃത്യമായി പാലിച്ചു പോന്നു. 6 മാസം വരെ അനുഗ്രഹങ്ങളുടെ ഒരു പെരുമഴയായിരുന്നു.
കൃത്യം 6 മാസം തികഞ്ഞ അന്ന്, അതായത് മാർച്ച് 28, 2024 മാർച്ച് 28 പെസഹ വ്യാഴാഴ്ച ചേട്ടൻ്റെ വലത് കാലിൽ ഒരു വേദന വന്നു, ശക്തമായ വേദന വന്നു. മണിക്കൂറുകൾക്കുള്ളിൽ ഞാനപ്പോൾ ഉടമ്പടി വസ്തുക്കളെ വെച്ച് പ്രാർത്ഥിച്ചു. ആള് കിടന്നുറങ്ങി. 1 മണിയൊക്കെ ആയപ്പോഴത്തേനും കിടന്നുറങ്ങി. രാവിലെ എഴുന്നേക്കാൻ പറ്റിയില്ല. കാലങ്ങ് തളർന്നു പോയി. അന്ന് തന്നെ ആസ്പത്രിയിലൊക്കെ കൊണ്ടുപോയി. ഡോക്ടർമാർക്ക് എന്താണെന്നൊരു ഒന്നും പിടികിട്ടിയില്ല. ആ അവസ്ഥയിൽ അങ്ങനെ മുന്നോട്ട് പോയി. ഫിസിയോതെറാപ്പിയൊക്കെ ചെയ്തു. മരുന്ന് ചെയ്തിട്ടും നീർക്കെട്ടാണെന്നൊക്കെ പറഞ്ഞ് മരുന്ന് ചെയ്തിട്ടും ഒരു കുറവും കണ്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോഴത്തേനും വേദന, കാല് പൂർണ്ണമായിട്ട് നീര് വെച്ചു. പിന്നെ പനി, ഭയങ്കര ശക്തമായ പനിയും വന്നു. ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കഴിഞ്ഞ് അവർ വീണ്ടും അതെന്താണെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആളുടെ വയറ് വീർത്ത് വരാൻ തുടങ്ങി. ഒരു ദിവസം രാത്രിയിൽ വയറ് അല്ലാതെ വീർത്ത് വന്ന് വയറ് പൊട്ടുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. ശക്തമായ പനി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാൻ ആകെ തകർന്നു പോയി. ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് ഇത്. ഞാൻ ഈശോയോട് അങ്ങനെ ചോദിച്ചു, ഇതെന്താ ഈ സഹനം? 1 മാസമായിട്ടും ഈ സഹനത്തിന് ഒരു കുറവുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പ്രാർത്ഥിച്ച് ബൈബിൾ തുറന്നപ്പോൾ എനിക്ക് കിട്ടിയത് 1 പത്രോസ് 4:12-13 പ്രിയപ്പെട്ടവരെ, നിങ്ങളെ പരിശോധിക്കാനായി അഗ്നി പരീക്ഷകൾ ഉണ്ടാകുമ്പോൾ അപ്രതീക്ഷിതമായതെന്തോ സംഭവിച്ചാലെന്നതുപോലെ നിങ്ങൾ പരിഭ്രമിക്കരുത്. ക്രിസ്തുവിൻ്റെ പീഡകളിൽ പങ്കാളിയാകുന്നതിൽ ആഹ്ലാദിക്കുവിൻ. അവൻ്റെ മഹത്വം വെളിപ്പെടുമ്പോൾ അത്യധികം ആഹ്ലാദിക്കുമെന്ന വചനം കിട്ടി. ദൈവനാമ മഹത്വത്തിനായിട്ട് ഈ രോഗം ദൈവമഹത്വം കാണാൻ ഇടവരുമെന്ന് വിശ്വസിച്ച് അതിൽ പ്രത്യാശ വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഒരു രാത്രിയിൽ, അത് ഏപ്രിൽ 27 വെളുപ്പിന് അർദ്ധരാത്രി, ശക്തമായ പനിയും വയറ് വീർത്ത് വന്ന് തലയും കൈയും കാലുകളും ഇട്ട് അടിച്ച് ആൾ മരിക്കുമെന്നുള്ള ഘട്ടത്തിലേക്ക് ആയി കഴിഞ്ഞപ്പോൾ ഞാൻ ഈശോയോട് പറഞ്ഞു, ഇനിയും സഹനത്തിന് വിട്ടുകൊടുക്കാതെ എൻ്റെ ചേട്ടൻ്റെ രോഗങ്ങളെല്ലാം എനിക്കിതായോ? ഞാൻ ഈ രോഗത്താലെ മരിക്കേണ്ടി വന്നാലും ഞാൻ ഈ രോഗം മാറ്റിത്തരണേ എന്ന് ഞാൻ പ്രാർത്ഥിക്കില്ല. ചേട്ടന് പൂർണ്ണ സൗഖ്യം നൽകണം. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ച്, വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചു. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് വെള്ളത്തിൽ ഉപ്പിട്ട് മേല് മുഴുവൻ തുടച്ചു. തൈലം തൊട്ട് കുരിശ് വരച്ചു. ഒരു 5 തുള്ളി തേനെടുത്ത് വായിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഈശോയുടെ 5 തിരുമുറികളുടെ യോഗ്യതയാൽ പൂർണ്ണ സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ആ റൂമിലാകെ ഒരു സുഗന്ധാഭിഷേകം നിറഞ്ഞു. പരിശുദ്ധ അമ്മ വന്നു. അമ്മയുടെ സ്വരം ഞാൻ കേട്ടു. വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന് അമ്മ പറഞ്ഞു. പറഞ്ഞതനുസരിച്ച് വെളുപ്പിന് 6 മണിയായപ്പോൾ വിശുദ്ധ കുർബാന സ്വീകരിച്ചു. അത് കഴിഞ്ഞ് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേനും ചേട്ടൻ ടോയ്ലറ്റിൽ പോയി. ഒരുപാട് വയറിളകിപ്പോയി. അതോടെ വയറ് ചുരുങ്ങി, പനി വിട്ടുമാറി. അതിനുശേഷം ഇന്ന് വരെ ഒരു നീരുവിശ പനി പോലും ചേട്ടന് വന്നിട്ടില്ല. ലിവറിൻ്റെ ടെസ്റ്റ് ചെയ്തപ്പോൾ ലിവർ സിറോസിസ് ആണ്, ലിവറിൽ നീർക്കെട്ടാണ്. ആ നീർക്കെട്ട് ഇൻഫെക്ഷനായി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിന് ഒരു പനിക്കൊരു പാരസിറ്റമോളും പോലും കഴിക്കരുത്. ഒരു വയറുവേദന വന്ന ഒരു അരിഷ്ടം പോലും കഴിക്കാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അതിനൊരു മരുന്നും അവർ ചെയ്തുമില്ല. കാലിലെ നീർക്കെട്ടിന് അവർ വെള്ളം കുത്തിയെടുത്തിട്ട് ബയോപ്സി ചെയ്യാൻ വേണ്ടി വിട്ടിരുന്നു. ആ ബയോപ്സിയുടെ റിസൾട്ട് വന്നപ്പോൾ അന്നാണ് ബയോപ്സിയുടെ റിസൾട്ട് വന്നത്. അത് നെഗറ്റീവായിരുന്നു. അപ്പോൾ അന്ന് അങ്ങനെ സൗഖ്യം കിട്ടി. പക്ഷേ കാലിൻ്റെ അവസ്ഥയ്ക്ക് ഒരു തളർച്ചയും ആ നീരിനും ഇതിനും ഒരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഞങ്ങൾ അന്ന് ഡോക്ടർ പറഞ്ഞു, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോയിക്കോ, കാലിന് എന്താണ് രോഗം എന്നുള്ളത് ഞങ്ങൾ ഇവിടെ ഇനി ടെസ്റ്റുകളൊന്നും ചെയ്യാനില്ല, ഈ ടെസ്റ്റിലൊന്നും ഞങ്ങൾക്ക് ഒരു പിടിയും കിട്ടണില്ല, വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിക്കോളാൻ പറഞ്ഞ് ഞങ്ങൾ അങ്ങനെ വീട്ടിലേക്ക്. അപ്പോൾ ചേട്ടൻ ആകെ പേടിച്ചു. ഞാനും കരഞ്ഞു. കാലിന് എന്താണാവോ അസുഖം എന്ന് വിചാരിച്ചിട്ട് ഞാൻ കരയണ കണ്ടപ്പോൾ ചേട്ടനും കരഞ്ഞു. ചേട്ടനൊന്നും ആരോടും മിണ്ടുന്നില്ലായിരുന്നു. അന്ന് അത് കഴിഞ്ഞ് ചേട്ടൻ പറഞ്ഞു, എനിക്ക് വീട്ടിൽ പോകണം, 2 ദിവസം എനിക്ക് വീട്ടിലൊന്ന് കിടക്കണമെന്ന്, ഒരു ദിവസം എനിക്ക് വീട്ടിലൊന്ന് കിടക്കണമെന്ന് പറഞ്ഞു. അന്ന് പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് 2 ദിവസം വീട്ടിൽ കിടന്ന് അതിൻ്റെ തൊട്ടടുത്ത ദിവസം മെയ് 29-ാം തീയതിയാണ് രാജഗിരി ഹോസ്പിറ്റലിൽ ചെന്ന് രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ അവിടെ ടെസ്റ്റുകൾ ഓരോന്ന് ചെയ്ത് രോഗം കണ്ടുപിടിച്ചു. മെയ് 3-ാം തീയതി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, ഒരു അപൂർവ രോഗം മൂലം കാല് തളർന്നു പോയി, ഇനി എഴുന്നേറ്റ് നടക്കും എന്നുള്ള യാതൊരു പ്രതീക്ഷയും വേണ്ട. അതോടൊപ്പം തന്നെ കാലിൽ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ട്. ആ ഇൻഫെക്ഷൻ എത്രയും പെട്ടെന്ന് അത് സർജറി ചെയ്ത് വാഷ് ചെയ്ത് ബയോപ്സിക്ക് അയക്കണം.
അതല്ലാന്നുണ്ടെങ്കിൽ ശരീരത്തിൽ പെട്ടെന്ന് അത് സ്പ്രെഡായ ആൾ മരണപ്പെടാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അന്ന് അത് ചെയ്തു. കുഴപ്പമൊന്നുമില്ലാണ്ട് ഓപ്പറേഷൻ കഴിഞ്ഞു. ഞാൻ 5-ാമത്തെ ദിവസം വീണ്ടും ഡോക്ടർ വന്നിട്ട് പറയാ റീഓപ്പൺ ചെയ്യേണ്ടി വരും, വീണ്ടും സർജറി ചെയ്യേണ്ടി വരും, കാലിന് നീര് വീണ്ടും കൂടി വരാണ്, എന്താ എനിക്ക് ആകെ പേടിയാവുന്നെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. ആ സമയം ഞാൻ ചേട്ടനെ സമർപ്പിച്ച് ആ കാലിൽ ഉടമ്പടി തൈലം തൊട്ട് എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടമ്പടി തൈലം നേർച്ച വസ്തുക്കളും കൊടുത്ത് അന്ന് പ്രത്യേകമായിട്ട് ഉടമ്പടി തൈലം കുരിശ് വരച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, ഇനി ഈ കാലിൽ കത്തി വയ്ക്കാൻ അമ്മ അനുവദിക്കരുത്, പൂർണ്ണമായി സൗഖ്യം നൽകണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഒരു അതീവ സുന്ദരിയായിട്ടുള്ളൊരു കന്യാസ്ത്രീ കയറി വന്ന് ഞാൻ കാലിൽ കുരിശ് വരച്ചതുപോലെ തന്നെ സിസ്റ്റർ കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് ഉടനെ ചേട്ടനോട് പറയാ, ചേട്ടൻ ഇങ്ങനെ കിടന്നാൽ പോരാ, ചാടി എഴുന്നേറ്റ എന്ന് പറഞ്ഞ വഴി ഇതുപോലെ തളർന്ന് കിടന്ന് ഒരു ചെറുവിരൽ പോലും അനക്കാൻ പറ്റാതെ കിടന്ന ആൾ ഒരു പാവ എഴുന്നേറ്റ് കട്ടിലിരിക്കുന്ന പോലെ അങ്ങ് എഴുന്നേറ്റിരുന്നു. ഞങ്ങളിത് എന്താണ് ഈ അത്ഭുതം, എന്ത് അത്ഭുതമായി കാണുന്നതെന്ന് ഓർത്തിട്ട് അവിടെ നിന്ന് ഞാൻ കരയാനാണ് ചെയ്തത്. അത് കഴിഞ്ഞ് സിസ്റ്റർ കൈ പിടിച്ച് ചേട്ടനെ ആ റൂമിലങ്ങ് നടത്തി വീണ്ടും കൊണ്ടുവന്ന് ബെഡിലിരുത്തി. പിറ്റേ ദിവസം ഡോക്ടർ എന്നിട്ട് പോകാൻ സമയത്ത് സിസ്റ്റർ പറഞ്ഞു, വിഷമിക്കണ്ട, തോളിൽ തട്ടിയിട്ട് പറഞ്ഞു വിഷമിക്കണ്ട, ഞാൻ ഈശോയോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ സിസ്റ്റർ അങ്ങ് പോയി. പിറ്റേ ദിവസം ഡോക്ടർ വന്നപ്പോൾ പറഞ്ഞു ഇനി സർജറി വേണ്ട എന്ന് പറഞ്ഞു. പക്ഷെ കാലിനൊരു വ്യത്യാസം ഉണ്ടായിരുന്നില്ല. അങ്ങനെ മെയ് 13-ാം തീയതി ഞങ്ങൾക്ക് ഡിസ്ചാർജ് പറഞ്ഞു. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ, ഈ തളർന്ന് കിടക്കുന്ന ആളെയും കൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് എന്ത് ചെയ്യും, ഒന്ന് എഴുന്നേറ്റൊന്ന് ബാത്റൂമിലേക്ക് പോകാനുള്ള ഒരു ആരോഗ്യമെങ്കിലും തന്നെങ്കിൽ ഞാൻ അങ്ങനെ മനസ്സിൽ വിചാരിച്ചോളൂ. അപ്പോഴത്തേനും ഈ സിസ്റ്റർ വീണ്ടും വന്ന് ചേട്ടൻ നല്ല ഉറക്കമായിരുന്നു. ആ സമയത്ത് ചേട്ടൻ്റെ കാലിൽ മുകളിൽ നിന്ന് തുടങ്ങി താഴെ വരെ അങ്ങ് തടവുന്നതേ ഞാൻ കണ്ടുള്ളൂ. സിസ്റ്റർ തടവി കഴിഞ്ഞ വഴി പെട്ടെന്ന് ചേട്ടൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് പറയാ, മാതാവിൻ്റെ അടുത്ത് വന്നു, എന്നെ ഐസ് കൊണ്ട് തടവി, എൻ്റെ കാലിൽ നിന്ന് എന്തോ ഒരു ഭാരം ഇറങ്ങിപ്പോയി, എൻ്റെ കാല് നീല കളറായി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കാലിലേക്ക് നോക്കിയിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ സിസ്റ്ററെ കാണുന്നില്ല. അങ്ങനെ കാല് നോക്കുമ്പോൾ മറ്റേ കാല് പോലെ തന്നെയായി. ആ കാല് പിന്നെ സാവധാനം ചേട്ടൻ നടന്നു തുടങ്ങി. ഇപ്പം സുഖമായിട്ട് നടക്കും. 3 മാസമൊക്കെ ആയപ്പോഴത്തേനും ഡോക്ടർ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞ് കാലിന് വീണ്ടും ചേട്ടൻ നന്നായി നടക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഒരു നവംബർ 20 അതങ്ങനെ ആ സൗഖ്യം. അതിന് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകൂടി നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഒരു നവംബർ 20-ാം തീയതിയൊക്കെ ആയപ്പോഴത്തേനും അന്ന് ഞങ്ങൾ രാജഗിരി ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പിന് പോയതാണ്. 3 ഡോക്ടേഴ്സിനെ കാണേണ്ടതുണ്ടായിരുന്നു. ഡോക്ടേഴ്സിൻ്റെ അടുത്തേക്ക് ചേട്ടൻ റൂമിൽ നടന്ന് ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞത്, നിങ്ങളൊരു അത്ഭുത മനുഷ്യനാണ്, നിങ്ങളിങ്ങനെ ചേട്ടനിങ്ങനെ നടന്ന് വരണത് കാണുമ്പോൾ ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് സന്തോഷത്തോടുകൂടി വീട്ടിൽ വന്നതാണ്. അന്ന് രാത്രിയിൽ ചേട്ടൻ്റെ വയറ്റിൽ നിന്ന് ബ്ലഡ് പോകാൻ തുടങ്ങി. ചേട്ടൻ ആ ഹാർട്ട് പേഷ്യൻ്റ് ആയതുകൊണ്ട് അതിൻ്റെ ബ്ലഡ് ലൂസാവാനുള്ള ഗുളിക കഴിക്കുന്നുണ്ടായിരുന്നു. ആ ഗുളിക കഴിക്കുന്നതുകൊണ്ട് ബ്ലീഡിങ് നിന്നില്ല. ബ്ലഡ് എല്ലാം പോയി, ആൾക്ക് ടാപ്പ് തുറന്നിട്ടതുപോലെ ബ്ലഡ് പോയിരുന്നത്. ബ്ലീഡിങ് കൂടി ആൾ കുഴഞ്ഞു വീണു, ഒരനക്കമില്ലാതെ തളർന്ന് തണുത്ത് ഇങ്ങനെ കിടക്കുമ്പോൾ ഞാനും എനിക്കൊന്നും മിണ്ടാൻ പറ്റാത്തൊരവസ്ഥയിലായി. ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവ് എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് കൊണ്ടുപോകാനായിരുന്നോ, എൻ്റെ ചേട്ടനെ എഴുന്നേൽപ്പിച്ച് നടത്തിയത് ഇങ്ങനെ കൊണ്ടുപോകാനായിരുന്നു എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചപ്പോൾ ഉടമ്പടിക്ക് ആശുരൂപം ഊരി കഴുത്തിലിട്ടുണ്ടായിരുന്നു, നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സിസ്റ്റർ ഒരു സ്വരം ഞാൻ കേൾക്കാം, നീ ആ കയ്യിലേക്ക് ഒന്ന് നോക്കിയെന്ന് പറഞ്ഞിട്ട് അപ്പോഴാണ് ഞാൻ ചേട്ടൻ്റെ കയ്യിലേക്ക് നോക്കണേ. ചേട്ടൻ്റെ കഴുത്തിൽ കിടന്ന ഉടമ്പടിക്ക് ആശുരൂപം ക്രൂശിത രൂപം മുറുകെ പിടിച്ചേക്കായിരുന്നു. അപ്പം ഞാൻ അപ്പോഴാണ് മനസ്സിലായത് ചേട്ടനെ. എന്നിട്ട് ഞാൻ അതും പിടിച്ചൊന്ന് വലിച്ചു നോക്കിയപ്പോൾ ആ പിടിയൊന്ന് മുറുക്കി. കഥ കഴിഞ്ഞ് ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോഴാണ് പറയണത്, എൻ്റെ കാല് മരയിക്കണമെന്ന് പറഞ്ഞു. ആ സമയം ഞാൻ ഓടിച്ചെന്ന് മാതാവിന് നന്ദി പറഞ്ഞു. കണ്ണു തുറന്ന് സംസാരിക്കാറായപ്പോൾ ചേട്ടൻ പറയുന്നത്, ഞാൻ ഒരു അഗാധമായ ഗർത്തത്തിലേക്ക് താഴ്ന്നു പോയി, എവിടെയോ എനിക്കൊരു പിടി കിട്ടിയിട്ടുണ്ടായിരുന്നു, ഞാൻ എൻ്റെ പിടി വിട്ടിട്ടുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ എൻ്റെ 2 കൈയിലും പിടിച്ച് ആരോ പൊക്കിയെടുത്ത് ഇട്ടു എന്ന് പറഞ്ഞു. ഞങ്ങൾ പിറ്റേ ദിവസം വീണ്ടും ഹോസ്പിറ്റലിൽ പോയി. അപ്പോൾ അത് പൈൽസ് പൊട്ടി ബ്ലഡ് പോയതായിരുന്നു. ഈ ഗുളിക കഴിക്കുന്നത് കൊണ്ട് ബ്ലീഡിങ് നിൽക്കാതായതാണ്. ബ്ലഡ് മുഴുവൻ പോയി.
അത് മരണത്തിൻ്റെ വക്കിൽ നിന്ന് അങ്ങനെയും ചേട്ടനെ രക്ഷിച്ചു. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും അതിൽ നന്ദി പറയുന്നു. അത് കഴിഞ്ഞ് ഡിസംബർ 10 രാത്രിയിൽ തന്നെ ചേട്ടന് നെഞ്ചുവേദന എന്ന് പറഞ്ഞു. ഞാൻ വേഗം ഒരു വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി വസ്തുക്കളെല്ലാം എടുത്ത് ഉപയോഗിച്ചു. തൈലം തൊട്ട് കുരിശ് വരച്ചു, ഉപ്പിട്ട് വെള്ളം കൊടുത്തു, തേനെടുത്ത് വായിൽ ഒഴിച്ചു കൊടുത്തു, ഉടമ്പടിക്ക് ആശീർവാദം കഴുത്തിലിട്ട് കൊടുത്തു. പെട്ടെന്ന് ഞാൻ ചേട്ടനോട് പറഞ്ഞു നമുക്ക് ഹോസ്പിറ്റലിൽ പോകാമെന്ന് പറഞ്ഞ്. ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ പറഞ്ഞു 2 ബ്ലോക്ക് ഉണ്ട്, അതിൽ ഒരു ബ്ലോക്ക് നമുക്ക് ആൻറ്റിപ്ലാസ്റ്റി ചെയ്യാം, മറ്റേ ബ്ലോക്ക് ഹാർട്ടിനോട് ചേർന്നാണ്, അതിൽ നിന്ന് ബ്ലഡ് ലീക്ക് ഉണ്ട്, അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല, ഞങ്ങൾ തൊടില്ല, നിങ്ങൾ എത്രയും പെട്ടെന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കൊള്ളാൻ പറഞ്ഞ ആംബുലൻസ് മാർഗം ഞങ്ങൾ എറണാകുളം ലിസിയിൽ എത്തിച്ചു. ലിസിയിൽ ചെന്ന് ഒരു സൈഡിലെ ബ്ലോക്ക്, റൈറ്റ് സൈഡിലെ ബ്ലോക്ക് ആൻറ്റിപ്ലാസ്റ്റി ചെയ്തു. ലെഫ്റ്റ് സൈഡിലെ ബ്ലോക്ക് ഡോക്ടർ പറയണത് ബൈപ്പാസ് സർജറി ചെയ്താൽ പോലും അത് റിസ്ക്കാണ്, ചെയ്യാൻ പോലും റിസ്ക്കാണ്, നമുക്ക് പ്രാർത്ഥിക്കാം, ഒരു 6 മാസം നോക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മാസം നോക്കി. 5-ാമത്തെ മാസം വന്നപ്പോഴത്തേനും അങ്ങനെ പറഞ്ഞു വിട്ടു. 5-ാമത്തെ മാസം വന്നപ്പോഴത്തേനും ചേട്ടന് മെയ് മാസത്തിൽ ഒരു ശ്വാസതടസ്സം പോലെ വന്നു. പെട്ടെന്ന് ഞങ്ങൾ ഈ അറ്റാക്കിൻ്റെ പോലെ തന്നെ ആയിരിക്കും എന്നോർത്ത് ലിസി ഹോസ്പിറ്റലിലേക്ക് തന്നെ കൊണ്ടുപോയി. അവിടെ ചെന്ന് എല്ലാ ടെസ്റ്റുകളും ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞു ഹാർട്ട് ബെറ്ററായി എന്നാണ് പറഞ്ഞത്. ആ ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾ നേരെ വന്നത് കൃപാസനത്തിലേക്ക്. ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞു പോയി. ഞാൻ കഴിഞ്ഞ മാർച്ചിൽ ഞങ്ങൾ വന്ന് സാക്ഷ്യം പറയാൻ വേണ്ടി ഇവിടെ വന്നതായിരുന്നു. അന്ന് അലക്സച്ചൻ പറഞ്ഞു ഒരു സാക്ഷ്യം കൂടിയും കിട്ടാനുണ്ട്, അതും കൂടി കിട്ടിയിട്ട് പറഞ്ഞാൽ മതി എന്നാണ് പറഞ്ഞത്. അത് ഈ ഹാർട്ടിൻ്റെ സൗഖ്യമായിരുന്നു. അത് ആ സൗഖ്യം അറിഞ്ഞത് മെയിലായിരുന്നു. കഴിഞ്ഞ ഈ സർജറി കഴിഞ്ഞ് ജൂൺ മാസം ആയപ്പോഴത്തേനും വലത് കണ്ണിലെ കാഴ്ച പോയി. അതിന് ഞങ്ങളൊരു 10 ഡോക്ടർമാരെ കാണിച്ചു. അപ്പോൾ പ്രഷർ കൂടിയിട്ട് കണ്ണിലെ ഞരമ്പ് പൊട്ടി, ഞരമ്പെല്ലാം ബ്ലഡ് ബ്ലോക്കായി കിടക്കുകയാണ്, ഇനി ആ കണ്ണിന് കാഴ്ച കിട്ടില്ല എന്ന് എല്ലാ ഡോക്ടർമാരും പറഞ്ഞതാണ്. പിന്നെ അതിന് ശേഷം ഞങ്ങൾ ഡിസംബർ 7-ാം തീയതി ഒരു ഏറെ പ്രതീക്ഷയോടുകൂടി ആലുവയിൽ ഒരു ഡോക്ടറുടെ അടുത്തേക്ക് പോയി, കണ്ണിൻ്റെ ഡോക്ടറുടെ അടുത്ത്. ആ ഡോക്ടർ അവിടെ ചെന്നപ്പോൾ പറഞ്ഞത് ചേട്ടൻ്റെ റിപ്പോർട്ടുകളെല്ലാം കണ്ട് ഡോക്ടർ പറഞ്ഞത് നിങ്ങൾ ഭാഗ്യവാനാണ്, യു ആർ ലക്കി മാൻ, ജീവിതകാലം മുഴുവനും നിങ്ങൾ വീൽ ചെയറിൽ കഴിയേണ്ട ഒരു രോഗമായിരുന്നു നിങ്ങൾക്ക് വന്നത്, നിങ്ങൾക്ക് എഴുന്നേറ്റ് നടക്കാൻ ഒരു ഭാഗ്യം തന്ന ദൈവത്തിന് നിങ്ങൾ നന്ദി പറയൂ, ഒരു കണ്ണല്ലേ പോയുള്ളൂ എന്ന് പറഞ്ഞു വിട്ടു. ശേഷം പിന്നെ ഇടത് കണ്ണിന് മങ്ങൽ വന്നു. അങ്ങനെ ഞങ്ങളിവിടെ കഴിഞ്ഞ ജൂലൈയിൽ വന്ന് ജോസഫച്ചനെ കണ്ട് ജോസഫച്ചൻ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പോൾ ഭാഗികമായിട്ടുള്ള കാഴ്ച കിട്ടിയിട്ടുണ്ട്. ഞാൻ ആ സമയം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചത് ബൈബിൾ വായിക്കാനുള്ള വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചപ്പോഴാണ് ചേട്ടന് സൗഖ്യം കിട്ടിയത്. വചനം വായിക്കാനുള്ളൊരു കാഴ്ചശക്തി ചേട്ടന് കൊടുക്കണമെന്നായിരുന്നു. അതിൻ്റെ ഇപ്പോൾ നന്നായി എല്ലാ ദിവസവും ബൈബിൾ വായിക്കും, കാരുണ്യപ്രവൃത്തി പത്രം വിതരണം ചെയ്യും. എനിക്ക് കിട്ടിയ ഈ സാക്ഷ്യം, ഈ അനുഗ്രഹങ്ങൾ ഞാൻ കണ്ടുമുട്ടുന്നവരോടെല്ലാം പറഞ്ഞിട്ടുണ്ട്. എൻ്റെ കൃപാസന മാതാവാണ് എൻ്റെ ചേട്ടനെ എനിപ്പിച്ച് നടത്തിയതും ഒരു 4 പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ നിന്ന് രക്ഷിച്ചതാണ്. പിന്നെ രോഗികളെ സന്ദർശിക്കും, അനാഥ ഇങ്ങനെ ബുദ്ധിമാന്ദ്യം സംഭവിച്ച കുട്ടികളെ കാണാൻ അവിടെ പോകാനും അവർക്ക് സാമ്പത്തിക സഹായം ചെയ്യാനും സാധിച്ചിട്ടുണ്ട്. സാമ്പത്തികമായ സഹായം ചെയ്യാനും രോഗികളുടെ അടുത്ത് പോകുമ്പോൾ നേർച്ച വസ്തുക്കളൊക്കെ വെച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. ഇത്രയേറെ അനുഗ്രഹങ്ങൾ നൽകി ഒരു 4 പ്രാവശ്യം മരണത്തിൻ്റെ വക്കിൽ നിന്ന് എൻ്റെ ഭർത്താവിനെ രക്ഷിച്ചതിന് എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. എൻ്റെ ജീവിതകാലം മുഴുവനും ഞാൻ ഈ ഉടമ്പടിയിൽ ജീവിക്കാമെന്ന് അമ്മയോട് വാഗ്ദാനം ചെയ്യുന്നു. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി. എനിക്ക് പെട്ടെന്ന് എൻ്റെ രോഗവിവരങ്ങളെല്ലാം പറഞ്ഞു. എൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് ഇവിടെ രാജഗിരി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ രാത്രി ഒരു 12 മണി 1 മണിയായി ഉണ്ടാവും. മാതാവ് ഒരു സിസ്റ്റർ രൂപത്താണ് എൻ്റെ അടുത്ത് വന്നത്. എൻ്റെ കാലൊക്കെ നീര് വന്ന് ആ വീർത്തും മുട്ടി കിടക്കായിരുന്നു. എനിക്കതിനൊന്നും വയ്യാണ്ട് കിടക്കായിരുന്നു. ഫസ്റ്റ് വന്ന് എന്നെ തട്ടി വിളിച്ചു. എൻ്റെ കാലിന്മേൽ തഴി തടഞ്ഞു കഴിഞ്ഞപ്പോൾ കംപ്ലീറ്റ് കാലിന്മേൽ നീരാണ് പോയി. അപ്പോൾ ഞാൻ എണീറ്റിട്ട് ഒരാഴ്ചയോളായുണ്ട്, കിടന്ന കിടപ്പായിരുന്നു. എന്ന് പറഞ്ഞു ചേട്ടൻ എണീറ്റേന്ന് പറഞ്ഞു. ഞാൻ വേഗം ചാടി എണീറ്റ് പറഞ്ഞു ഇന്ന് താഴേക്ക് ഇറങ്ങാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ താഴേക്ക് എന്നെ കൈപ്പിടിച്ച് ഇറക്കി സിസ്റ്റർ എന്നെ പതുക്കെ നടത്തിച്ചിട്ട് എന്നെ ബെഡിലേക്ക് കയറ്റി കിടത്തി. അത് കഴിഞ്ഞ് സിസ്റ്ററോട് പോയി. പക്ഷേ സിസ്റ്റർ ആ നേരത്താണ് സിസ്റ്ററോട് വരാൻ വഴിയില്ല.
ഞങ്ങൾ അപ്പോൾ തന്നെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ സിസ്റ്റർ വന്നിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ആ നേരത്ത് വന്നത് മാതാവായിരുന്നു. എൻ്റെ അടുത്ത് നേരത്തെ വന്ന് എന്നെ തൊട്ട് തലോടിയതും എന്നെ വിളിച്ചു ഉണർത്തിയതും. അത് ഞാൻ മാതാവിന് ആദ്യം നന്ദി പറയുന്നു. എത്ര പറഞ്ഞാലും തീരാത്ത, എന്താണ് പറയേണ്ടത് എനിക്കെന്നെ അറിയില്ല. ഞാൻ തളർന്നു പോയ എന്നെ ഇന്ന് ഇതിലേക്ക് എത്തിച്ച മാതാവിനും തിരുകുമാരനും ആയിരം നന്ദി. സങ്കീർത്തനങ്ങൾ 139 16 മുതൽ 18 വരെ തിരുവചനങ്ങൾ. എനിക്ക് രൂപം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അവിടുത്തെ കണ്ണുകൾ എന്നെ കണ്ടു. എനിക്ക് നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള നാളുകൾ ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ അങ്ങയുടെ പുസ്തകത്തിൽ അവ എഴുതപ്പെട്ടു. ദൈവമേ, അവിടുത്തെ ചിന്തകൾ എനിക്ക് എത്ര അമൂല്യമാണ്, അവ എത്ര വിപുലമാണ്. ഞാൻ എണ്ണാൻ നോക്കിയാൽ അവ മണൽത്തരികളേക്കാൾ അധികമാണ്. ഉണരുമ്പോൾ ഞാൻ അങ്ങയുടെ കൂടെ ആയിരിക്കും. മേരി വർഗീസ് എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും കുപ്പകരത്തോടും നന്ദിയോടും കൃപാസനം പ്രത്യക്ഷീകരണ മാതാവിൻ്റെ തിരുനടയിൽ ഈ കുടുംബത്തിന് ലഭിച്ച വലിയ അനുഗ്രഹങ്ങൾക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്തി ലോകത്തിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. സഹോദരി ജീവിത പങ്കാളിയുടെ രോഗക്ലേശങ്ങളെ എല്ലാം നമ്മളോട് സൂചിപ്പിച്ചു. ലിവർ സിറോസിസുമായി ബന്ധപ്പെട്ട് വയറ് വല്ലാതെ വീർത്ത് വന്നതും യാതൊരു മരുന്നും കഴിക്കുവാനാവാത്ത വിധം ക്ലേശത്തിലായതും, എന്നാൽ അമ്മ മാതാവിൻ്റെ സംരക്ഷണയാൽ ദിവ്യകാരുണ്യം സ്വീകരിക്കുവാൻ ഒരു സന്ദേശം കിട്ടുകയും ആ ദിവ്യകാരുണ്യം സ്വീകരിച്ചതിലൂടെ നല്ല രീതിയിൽ മോഷൻ പോയി വയറ് പൂർവ്വസ്ഥിതിയിലായി ആ ദിവസങ്ങളിൽ അനുഭവിച്ചിരുന്ന വലിയ പ്രശ്നം പരിഹരിക്കപ്പെട്ടത്. ഉടമ്പടിയിൽ നമുക്ക് ഗ്യാരൻറ്റീഡാണ് അമ്മ മാതാവിൻ്റെ സന്ദേശങ്ങൾ. ഉടമ്പടി നാം വൃത്തിയിലും വിശ്വസ്തതയിലും ജീവിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വചനത്തിലൂടെ അല്ലെങ്കിൽ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് അല്ലെങ്കിൽ വ്യക്തികളിലൂടെ കൃത്യമായും അമ്മ മാതാവ് സന്ദേശം നൽകും. ആ സന്ദേശത്തെ സ്വീകരിച്ചാൽ അതിനകത്ത് നിയോഗപ്രകാരമുള്ള ഒരു ഫലം കൃത്യമായും അതിലുണ്ടാവും. അതാണ് സഹോദരി പറഞ്ഞത്. ദിവ്യകാരുണ്യം സ്വീകരിക്കുവാനായിട്ട് സന്ദേശം ലഭിച്ചു. അതിരാവിലെ അച്ഛനെ പോയി കണ്ടു, കുർബാന കൊടുപ്പിച്ചു. ആ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ അത്രയും ദിവസങ്ങൾ മരണവെപ്രാളം അനുഭവിച്ച വയറിൻ്റെ വീർക്കൽ മൂലം കമ്പനം മൂലമുള്ള എല്ലാ പ്രശ്നങ്ങളും മാറിക്കിട്ടി. കാലിനുണ്ടായ വളരെ ഗുരുതരമായ രോഗാവസ്ഥ, ഓപ്പറേഷൻ, തളർന്നു പോയത്, അത് തിരികെ ആരോഗ്യം കിട്ടില്ല എന്ന് ഡോക്ടർമാർ പറയുന്ന സാഹചര്യങ്ങൾ എല്ലാം സഹോദരി സൂചിപ്പിച്ചു. അവിടെയും 2 തവണ അമ്മ മാതാവിൻ്റെ സവിശേഷമായ ഇടപെടൽ സാന്നിധ്യ അനുഭവമാണ് കുടുംബത്തിന് ലഭിക്കുന്നത്. ആദ്യത്തെ തവണ അമ്മ മാതാവ് വന്ന് കാര്യങ്ങൾ സൂചിപ്പിച്ച് പോകുന്നുണ്ട്, സുഖപ്പെടുമെന്ന്. 2ാമത്തെ തവണ പരിശുദ്ധമ്മയുടെ സാന്നിധ്യം ഒരു സിസ്റ്ററിൻ്റെ രൂപത്തിൽ വന്ന് ആൾ ഉറങ്ങിക്കിടക്കുമ്പോൾ കാല് തടവുന്നതായും നീരും ഭാരവും കാലിൽ നിന്ന് പൂർണ്ണമായും പോകുന്നതായും അത് ശരീരത്തിൽ സഹോദരന് അനുഭവപ്പെട്ടുകൊണ്ട് ഉറക്കമുണരുന്നതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അതൊരു തോന്നലല്ല, അതൊരു അനുഭവമാണ്. കാരണം അതുകൊണ്ടാണ് ഈ അനുഭവം ഉണ്ടായ നിമിഷങ്ങൾക്കകം കാലുകുത്തി നടക്കുവാൻ തക്കവിധം കാലുകൾക്ക് ബലം കിട്ടുന്നത്. സ്വപ്നം കണ്ടു, അതുകൊണ്ട് സുഖം കിട്ടത്തില്ല. സ്വപ്നം സൗഖ്യമാകണമെങ്കിൽ അത് ശരീരത്തിൽ അനുഭവമാകണം. പരിശുദ്ധ അമ്മ മാതാവിൻ്റെ സാന്നിധ്യത്തിലൂടെ ആ സഹോദരൻ ലഭിച്ച കാലുകൾക്ക് ബലം പ്രാപിച്ച സൗഖ്യാനുഭവത്തെയാണ് 2ാമത് സാക്ഷ്യപ്പെടുത്തിയത്. മറ്റൊന്ന് ബ്ലീഡിങ്ങിനെ കുറിച്ചാണ് സൂചിപ്പിച്ചത്. കലശലായ ബ്ലീഡിങ്, അത് ഹാർട്ടിന് മരുന്ന് കഴിക്കുന്നത് കൊണ്ട് ക്ലോട്ടിങ് ആവാതെ തുരുതുര ബ്ലഡ് പോകുന്ന സാഹചര്യങ്ങൾ. അതിന് അമ്മ പറഞ്ഞു, ഉടമ്പടി കാശുരൂപവും ഉടമ്പടി നേർച്ച വസ്തുക്കളും ഉപയോഗിച്ച് പ്രാർത്ഥിച്ചതിലൂടെ ആ ബ്ലീഡിങ് മാറുകയും രോഗമെന്താണെന്ന് മനസ്സിലാവുകയും വീണ്ടും ജീവൻ തിരികെ ലഭിക്കുകയും ചെയ്തു. മറ്റൊന്ന് കുടുംബം സൂചിപ്പിച്ചത് ഹൃദയാഘാതത്തെക്കുറിച്ചാണ്. അത് മാസീവ് അറ്റാക്കാണ് ശരിക്കും സഹോദരന് വന്നത്. ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിൽ ഏറെ ഗൗരവമുള്ള അറ്റാക്ക് വരുന്നു. ആകെ തളർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുവാൻ പോലും പ്രയാസപ്പെട്ട്
കിടക്കുന്ന മണിക്കൂറുകളിൽ എന്തുകൊണ്ട് അമ്മ മാതാവേ നീ ആളെ ഉണർത്തി എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് തിരികെ കൊണ്ടുപോകണോ എന്ന് ഈ സഹോദരി ചോദിച്ച് പ്രാർത്ഥിക്കുന്നത് സൂചിപ്പിക്കുന്നുണ്ട്. കണ്ണീര് തുടയ്ക്കുക എന്നത് അമ്മയുടെ ദൗത്യമാണ്. ഇല്ലായ്മ പരിഹരിക്കുക എന്നത് അമ്മയുടെ ദൗത്യമാണ്. ക്ലേശങ്ങൾ നീക്കിത്തരിക എന്നത് അമ്മ മാതാവിൻ്റെ ദൗത്യമാണ്. പുതിയ വഴികൾ തുറക്കുക എന്നത് അമ്മ മാതാവിൻ്റെ ദൗത്യമാണ്. സഞ്ചാരി മാതാവെന്നും സമയമാതാവെന്നും ഉടനടി പരിഹാരത്തിൻ്റെ അമ്മയെന്നും കൃപാസനത്തിൽ പ്രത്യക്ഷപ്പെട്ട അമ്മയെക്കുറിച്ച് ദേശദേശാന്തരം ഓരോരുത്തരും പറയുമ്പോൾ അതവർ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലഭിക്കുന്ന അമ്മയുടെ വ്യത്യസ്തമായ സാന്നിധ്യത്തിൻ്റെയും നിരന്തരമായ അമ്മ നൽകുന്ന ഇടപെടലുകളുടെയും സഹായം കൊണ്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈ അമ്മയുടെ നിലവിളി ആളെ തളർന്നുപോയ കാലുകൾക്ക് കുതിപ്പ് കൊടുത്ത് എഴുന്നേൽപ്പിച്ച് നടത്തിയിട്ട് തിരികെ കൊണ്ടുപോകണോ, ഇതാണ് നിലവിളിക്കുന്നത്. അമ്മ പറയുന്നുണ്ട്, എനിക്ക് ലഭിച്ച സന്ദേശം കൈകളിലേക്ക് നോക്കുവാനാണ്. അമ്മ വൈകാരികമായി തന്നെ പറയുന്നത്, എനിക്ക് ലഭിച്ച സന്ദേശം കൈകളിലേക്ക് നോക്കുവാനാണ്. കൈകളിൽ ഉടമ്പടി കാശുരൂപം ഇരിക്കുന്നു. ഞാനത് വലിച്ചെടുക്കാൻ നോക്കുമ്പോൾ അത് മുറുകെ പിടിക്കുന്നു. സഹോദരൻ്റെ വാക്കുകൾ നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. എനിക്ക് ഹൃദയാഘാതം വന്നു. ഞാൻ ഏതോ വലിയൊരു കുഴിയിലേക്ക് വീണു പോകുന്നത് പോലെ, ഞാനിങ്ങനെ താന്ന് പോകുന്നത് പോലെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ ആരോ എന്നെ വലിച്ചു പൊക്കിയെടുക്കുന്നു. രണ്ടും തമ്മിൽ വാക്കുകളിൽ ബന്ധമുണ്ട്. ഒരാൾ ഇത് പുറത്ത് ഭൗതികമായി ഈ കാശുരൂപം പിടിപിടാതെ ഇങ്ങനെ അമർത്തിപ്പിടിച്ചിരിക്കുന്നത് കാണുന്നു. മറ്റൊരാൾ ആ അബോധാവസ്ഥയിൽ ആരോ തന്നെ പിടിച്ചെഴുന്നേൽപ്പിക്കുന്നത് അനുഭവിക്കുന്നു. അതിൽ നിന്നും കിട്ടിയ സൗഖ്യത്തെയാണ് ഈ അൾത്താരയിൽ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയമുള്ളവരെ, ദൈവത്തിന് അസാധ്യമായ ഒന്നുമില്ല. ദൈവശക്തി ഇന്നും നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നു. അമ്മയുടെ കരങ്ങളിലേക്ക് ഉടമ്പടിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ജീവിതത്തിൻ്റെ ഏത് ആപത്കരമായ അവസ്ഥയിലും അമ്മ മാതാവ് നമ്മളെ സംരക്ഷിക്കുകയും ജീവിതത്തിൽ ഓരോ സമയത്തും ആവശ്യമുള്ള നന്മകൾ നമുക്ക് നൽകി നമ്മുടെ ജീവിതത്തെ, കുടുംബത്തെ മുന്നോട്ട് നയിക്കുകയും ലോകത്തിന് നൽകുവാനാവാത്തത്, മരുന്നുകൊണ്ട് പരിഹരിക്കുവാനാവാത്തത്, ആലോചിച്ച് ഉത്തരം കണ്ടെത്താനാവാത്തത് അത് അമ്മ മാതാവ് നമ്മോട് പറയും. ദൈവശക്തിയാൽ, ദൈവികമായ ഇടപെടലുകളാൽ, ദൈവ സാന്നിധ്യത്താൽ നിന്റെ ജീവിതത്തെ അനുഗ്രഹിക്കപ്പെടും, സംരക്ഷിക്കപ്പെടുമെന്നാണ്. ജന്മം നൽകിയവൻ ആ ജനനത്തെയും ജീവിതത്തെയും സംരക്ഷിച്ച് പരിപാലിക്കുന്നതിൻ്റെ സാക്ഷ്യമാണ് ഈ കുടുംബം ഈ അൾത്താരയിൽ പങ്കുവയ്ക്കുന്നത്. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ ദൈവാനുഭവങ്ങളെയും രോഗസൗഖ്യങ്ങളെയും അമ്മ മാതാവിൻ്റെ സാന്നിധ്യാനുഭവങ്ങളെയും സന്ദേശങ്ങളെയും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദിപൂർവ്വം സമർപ്പിച്ച് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കും. പേര് സുബി, ഞാൻ പാലക്കാട് നിന്ന് വരുന്നു. സെൻറ്റ് മേരീസ് ഫൊറോന ചർച്ച് തത്തമംഗലത്താണ് എൻ്റെ ഇടവക. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 31/7/2025 ഉടമ്പടി എടുക്കാനുള്ള സാഹചര്യം എനിക്ക് ആദ്യമായിട്ട് നിങ്ങളോട് ഷെയർ ചെയ്യണം. കാരണം കൃപാസന മാതാവിൽ ഒട്ടും വിശ്വാസമില്ലാതിരുന്ന ഒരു കാലം എനിക്കുണ്ടായിരുന്നു. 2023 എൻ്റെ അമ്മ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തു. അപ്പോൾ അമ്മ എന്നോട് എപ്പോഴും പറയുമായിരുന്നു, എപ്പോഴും പ്രാർത്ഥിക്കണം, ബൈബിൾ വായിക്കണം, കൊന്ത ചൊല്ലണം. അപ്പോൾ ഞാൻ അമ്മയോട് പറയും, ഒരാളെ നിർബന്ധിച്ചിട്ടല്ല ഒരു കാര്യം ചെയ്യിപ്പിക്കണ്ടേ, അതെനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്യുമ്പോഴല്ലേ അതിന് കാര്യമുള്ളൂ. അമ്മ കുറേ നിർബന്ധിച്ച് ഞാൻ ചെയ്യുമ്പം എനിക്കത്, ഞാൻ എന്തിനോ അമ്മയുടെ പേടിച്ചിട്ട് ചെയ്യുന്ന പോലെ ആവും. ഒരാളെ വിശ്വാസത്തിൽ എത്തിക്കണമെങ്കിൽ ദൈവം അതിനോടൊരു കൃപ കൊടുക്കണം, ഒരാളെ വിശ്വാസത്തിലേക്ക് എത്തിക്കണമെങ്കിൽ. അപ്പോൾ ഞാൻ അമ്മയോട് അത് പറയുമായിരുന്നു. അപ്പം ഞാൻ നഴ്സിംഗ് 4th ഇയർ പഠിക്കുന്ന സമയത്താണ് അമ്മ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ നഴ്സിംഗിൽ പ്രാക്ടിക്കലിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഉടമ്പടി പത്രങ്ങൾ രോഗികളായിട്ട് കിടക്കുന്നവരും ബൈസ്റ്റാൻഡേഴ്സ് ആയവരൊക്കെ എനിക്ക് തരുമായിരുന്നു. അപ്പം ഞാനത് സ്വീകരിക്കും, ഞാൻ വായിക്കുകയോ അതിൽ ഒത്തിരി വിശ്വാസം കാണിക്കുകയോ ചെയ്തിരുന്നില്ല. പക്ഷേ എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര ഭക്തിയാണ്, പ്രത്യേകതരം പ്രാർത്ഥനകളും കാര്യങ്ങളും. പിള്ളേർ അത്രയും നാളും പ്രാർത്ഥിക്കാത്ത പിള്ളേർ റൂമിലെല്ലാവരും ഒന്നിച്ചിരിക്കും, ജപമാല ചൊല്ലും, ഭയങ്കര പ്രാർത്ഥന. അപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു റേച്ചൽ എന്ന് പറഞ്ഞ കൊച്ച്, ആ കൊച്ചിൻ്റെ അമ്മ കൃപാസനത്തിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായി. അപ്പോൾ ആ കൊച്ച് എപ്പോഴും ഞങ്ങൾക്ക് ഉടമ്പടി തേനും ഉപ്പും കൊണ്ടുവരുമായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ സമയത്തൊക്കെ ആകുമ്പോൾ പേടിച്ചിട്ട് എങ്ങനെയും ഒന്ന് പാസ്സായാൽ മതി എന്നുള്ള രീതിയിൽ ഭയങ്കര പ്രാർത്ഥന, ഉടമ്പടി തേനും ഉപ്പുമൊക്കെ
കഴിക്കുമായിരുന്നു. അത് വിശ്വാസത്തോടെയല്ല. കൃപാസന മാതാവിനെ ഞാൻ പരിചയപ്പെട്ടിട്ട് പോലുമില്ല, ഞാൻ കണ്ടിട്ട് പോലുമില്ല. മാതാവിൻ്റെ കളറ് ഗ്രേ ആണെന്ന് പോലും എനിക്ക് ആ സമയത്ത് അറിയില്ലായിരുന്നു. അപ്പോൾ ഒത്തിരി പ്രാർത്ഥിച്ചു. മാതാവ് എങ്ങനെയൊക്കെയോ എന്നെ എക്സാം പാസ്സാക്കി. എൻ്റെ കഴിവിലല്ല, പക്ഷെ അത് തിരിച്ചറിയാനുള്ള ബോധം എനിക്ക് ആ സമയത്ത് ഇല്ലായിരുന്നു. പിന്നീട് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞു, പാസ് ഔട്ടായി. കുറച്ച് മാസങ്ങളോളം വീട്ടിൽ വെറുതെ ഇരുന്നു. അപ്പോൾ പള്ളിയിൽ നിന്ന് അങ്ങനെ ഒരു നിയോഗം പോലെ ബൈബിൾ എഴുതാൻ, എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടി ബൈബിൾ എഴുതാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നിയോഗം ഞാൻ വെച്ചിരുന്നത് എനിക്കൊരു ജോലി വേണം, എല്ലാവരും പഠിച്ചിറങ്ങി നഴ്സിംഗ് കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടുമെന്ന് പറഞ്ഞിട്ടാണ് നഴ്സിംഗ് എടുത്തത്. അപ്പോൾ പഠിച്ചിറങ്ങി കുറച്ച് കാലം കഴിഞ്ഞു എനിക്കൊരു ജോലി കിട്ടിയിട്ടില്ല. അപ്പോൾ എൻ്റെ നിയോഗം ബൈബിൾ എഴുത്തിലൂടെ എനിക്ക് ജോലി കിട്ടണം എന്നായിരുന്നു. പക്ഷെ 2 മാസം ബൈബിൾ എഴുതി കഴിഞ്ഞു, ജോലി കിട്ടി. 2 മാസം ഞാൻ ജോലിക്ക് പോയി. അപ്പോഴേ എനിക്ക് എൻ്റെ മനസ്സിൽ ജർമ്മൻ പഠിക്കണം. അപ്പോൾ ജർമ്മൻ പഠിക്കാൻ വേണ്ടി ഞാൻ മൈസൂർക്ക് പോയി. അജ്നോർ വഴി മൈസൂർ എന്നൊരു 8 മാസത്തെ കോഴ്സായിരുന്നു. അപ്പോൾ A1 ഒക്കെ എത്തിയപ്പോൾ എനിക്ക് അറിയാൻ പാടില്ലാത്ത ലാംഗ്വേജ്, എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച് പാസ്സായാൽ മതി. അപ്പോഴേ നമ്മുടെയും കഷ്ടപ്പാട് കണ്ടിട്ട് നിൽക്കാൻ വയ്യ. വല്യപ്പച്ചനാണ് പഠനത്തിലൊക്കെ സഹായിക്കണം. അപ്പോൾ വല്യപ്പച്ചൻ്റെ ആഗ്രഹം ഞാൻ ജർമ്മൻ പഠിക്കണം എന്നായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ജർമ്മൻ പഠിക്കാൻ പോയി. ആദ്യത്തെ മാസം A1 എത്തി. A1 A2 B1 B2 ഇത്രയും 4 ഇത് എനിക്ക് കടന്നു കിട്ടണം. A1 ഒക്കെ എത്തിയപ്പോൾ ഭയങ്കര കൊന്തകളിൽ കാര്യങ്ങളൊക്കെ എനിക്ക് എന്തെങ്കിലും പാസ്സാവണം എന്നുള്ള രീതിയിൽ. പക്ഷേ A1 A2 B1 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയി. ഞാൻ ജർമ്മൻ സംസാരിക്കുന്നതിൽ എന്തോ പ്രത്യേകത ഉണ്ടെന്ന് എൻ്റെ പിള്ളേർ പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഓവർ കോൺഫിഡൻസ്, എനിക്ക് എങ്ങനെ സംസാരിച്ചാലും കിട്ടും എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് എനിക്ക് ആ സമയത്തുണ്ടായി. അപ്പോൾ ആ സമയത്തൊക്കെ അമ്മ ഉടമ്പടിയിലാണ്. അപ്പോൾ B1 ഒക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി. ഇൻ്റർവ്യൂവിൻ്റെ ആ ദിവസം എനിക്ക് ഭയങ്കര തലവേദന, എനിക്ക് കണ്ണ് തുറക്കാൻ പോലും വയ്യ. ഞാൻ ഇന്നലെ തലേദിവസമൊക്കെ പ്രിപ്പയർ ചെയ്ത സംഭവം പിറ്റേ ദിവസം എനിക്ക് ഓർമ്മയില്ല. ഭയങ്കര സങ്കടത്തിലായിപ്പോയി. എനിക്ക് തലവേദന എടുത്ത് തല പൊക്കാൻ വയ്യ, വെളിച്ചത്തോട്ട് എനിക്ക് നോക്കാൻ വയ്യ. മൈഗ്രെയിനിൻ്റെ പോലെ, എനിക്കിതുവരെ മൈഗ്രെയിൻ വന്നിട്ടില്ല, വന്നവർ പറഞ്ഞെന്ന് കേട്ടിട്ടുണ്ട്, അതുപോലെ എനിക്കൊരു തലവേദന വന്നു. അപ്പോൾ ഞാനൊരു ടാബ്ലറ്റ് കഴിച്ചു. ഞാൻ കിടന്നുറങ്ങി ഞാൻ എഴുന്നേൽക്കുമ്പോൾ കറക്റ്റ് ഇൻ്റർവ്യൂവിന് പോകേണ്ട സമയമാണ്. അപ്പോൾ അമ്മയുടെ ഞാൻ വിളിച്ച് പറഞ്ഞു ഇൻ്റർവ്യൂവിന് പോവാണ്. അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കാം. അമ്മ കൃപാസന മാതാവിനോട് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചിട്ടുണ്ടാവും. എൻ്റെ അമ്മ എപ്പോൾ പ്രാർത്ഥിച്ചാലും കണ്ണുനീരാണ്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിച്ചു, എനിക്ക് ആ ഇൻ്റർവ്യൂ കിട്ടി. എന്നാലും എൻ്റെ അഹങ്കാരം, ഞാൻ കൃപാസന മാതാവിനെ അറിഞ്ഞിട്ടില്ല ആ സമയത്തും. അപ്പോൾ അമ്മ പ്രാർത്ഥിക്കാൻ പറയുമ്പോഴും ഞാൻ പറയുന്നത് ഒരാളെ എന്തിനാണ് നിർബന്ധിച്ച് പ്രാർത്ഥിപ്പിക്കുന്നത്? എൻ്റെ ഇടവക പള്ളിയിലെ മാതാവാണ്, ഞാൻ കുഞ്ഞിലെ തൊട്ട മാതാവിനോടാണ് സംസാരിക്കുന്നതും പ്രാർത്ഥിക്കുന്നതൊക്കെ. പ്രാർത്ഥിക്കാൻ എനിക്ക് ജപമാല ചൊല്ലാൻ ഭയങ്കര മടിയാണ്. എന്നാലും ഞാൻ ഈശോയോട് ഡയറക്റ്റ് പ്രാർത്ഥിക്കാൻ നോക്കും. ചില സമയത്തൊക്കെ മാതാവിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു പ്രാർത്ഥനയായിരുന്നു. എക്സാമിൻ്റെ സമയത്ത് ഭയങ്കര പ്രാർത്ഥന. അത് കഴിഞ്ഞ് B2 എത്തി. B2വിൻ്റെ OSD എക്സാം എന്ന് പറഞ്ഞൊരു എക്സാമാണ് ഞാൻ ആദ്യമായിട്ട് എഴുതുന്നത്. അപ്പം ഞങ്ങളുണ്ടായിരുന്ന മൈസൂരുണ്ടായിരുന്ന സെൻറ്ററും OSD സെൻറ്റർ ആയതുകൊണ്ട് അവർ നിർബന്ധിച്ച് OSD എക്സാം തന്നെ എഴുതണം. അതിന് മുന്നേ 2-3 എക്സാം കഴിഞ്ഞു. 60 പേരിൽ ആകെ 1-2 പേരൊക്കെ പാസ്സായിട്ടുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പേടിയുണ്ട്, എഴുതി കഴിഞ്ഞാൽ തോറ്റുപോയി 23, 25, 25,000 രൂപയോളം ഞങ്ങൾക്ക് നഷ്ടമാണ്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു എനിക്കിത് എഴുതണം എന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു ഇല്ല സുബി, നിന്നെക്കൊണ്ട് പറ്റും, നീയേ നല്ലപോലെ സംസാരിക്കുന്നുള്ളൂ, നിന്നെക്കൊണ്ട് പറ്റും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ എന്നെക്കൊണ്ട് പറ്റുമായിരിക്കും, എന്നാൽ എഴുതി നോക്കാം എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അപ്പോഴും എനിക്കുണ്ടായി. എക്സാമിൻ്റെ ദിവസമായി, ഞാൻ ഒന്നും പഠിച്ചിട്ടുണ്ടായില്ല. ഞാൻ അപ്പോഴും കൃപാസന മാതാവിനോട് പ്രാർത്ഥിക്കില്ല. പക്ഷേ എന്നാലും ഞാൻ എൻ്റെ കൂടെ ഒരു ഷീന എന്ന് പറഞ്ഞ കൊച്ചിനായിരുന്നു. പുള്ളിക്കാരി ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ അമ്മ ഉടമ്പടി എടുത്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ ഒരു വെളിച്ചത്തിൽ ഞാൻ ഉപ്പ് കയ്യിൽ കൊണ്ടുപോയി. പക്ഷേ എക്സാം ഹാളിൽ ഇടാനൊക്കെ എനിക്ക് മടിയായിരുന്നു. കാരണം ഞാൻ കൃപാസന മാതാവിൽ അത്ര വിശ്വാസമുള്ള ആളല്ല. അപ്പം ഞാൻ ഉപ്പിട്ട് ഒന്നും നമ്മൾ പ്രാർത്ഥിച്ചില്ല. ഉപ്പെൻ്റെ കയ്യിലുണ്ട്, ഞാനത് വായിൽ രാവിലെ കഴിച്ചിട്ടാണ് എക്സാം ഹാളിലേക്ക് പോയത്. അപ്പം 14-15 എനിക്ക് എക്സാം. ആ എക്സാമിന് നടക്കണ ഒരു സംഭവം ഉണ്ടായി. എനിക്ക് പാസ്പോർട്ട് വേണമെന്ന് എക്സാമിന് കൊണ്ടുപോകുമ്പോൾ പാസ്പോർട്ട് വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു. എൻ്റെ പാസ്പോർട്ട് വീട്ടിലിരിക്കുകയാണ്, ഞാനിരിക്കുന്നത് മൈസൂരാണ് എൻ്റെ എക്സാം നടക്കണേ. അപ്പോൾ അപ്രതീക്ഷിതമായിട്ട് ഞാൻ സാറിനോട് പറഞ്ഞു എനിക്കിതുപോലെ പാസ്പോർട്ട് ഇല്ല, വേറെ എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് വെച്ച് എഴുതാൻ പറ്റുമോ? അപ്പോൾ അവർ പറഞ്ഞു ആധാർ കാർഡ് വെച്ച് എഴുതാൻ പറ്റുമായിരിക്കും, പക്ഷെ അത് ഉറപ്പില്ല, നമുക്കത് ചോദിക്കണം, എക്സാമിനേറ്റേഴ്സിനോട് ചോദിക്കണം. അപ്പം പെട്ടെന്ന് ഈ സാറ് വേറൊരു എൻ്റെ കൂടെ പഠിക്കുന്ന മറിയം എന്ന് പറഞ്ഞ കൊച്ചിനോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറിയം പെട്ടെന്ന് പറഞ്ഞു നിൻ്റെ കൂടെ നാട്ടിലുള്ളൊരു ചേച്ചി ശില്പ, ചേച്ചി നാട്ടിലുണ്ട്, ചേച്ചി നാളെ ഇങ്ങോട്ട് വരാനിരിക്കുകയാണ്, അപ്പോൾ അപ്പയോടെ പാസ്പോർട്ട് പുള്ളിക്കാരുടെ കയ്യിൽ കൊടുത്തയച്ചാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ശില്പ ചേച്ചിനെ വിളിച്ചു. ശില്പ ചേച്ചി പറഞ്ഞു ഞാൻ കൊണ്ടുവരാൻ കുഴപ്പമില്ല. അപ്പം അമ്മ എന്നോട് പറയുന്നുണ്ട് മാതാവാണ് ഇതിലകത്ത് നിന്നത്, മാതാവാണ് പാസ്പോർട്ട്, അല്ലെങ്കിൽ അത്രയും സമയം ആ സാറിനറിയില്ല എൻ്റെ വീട് പാലക്കാടാണ്. എൻ്റെ കൂടെ പഠിക്കുന്ന ചേച്ചി ശില്പ, ആ ചേച്ചിയുടെ വീടും പാലക്കാടാണ്, ഒരേ ടൗണാണ്, ഒരേ സിറ്റിയാണ്, അടുത്തടുത്താണ്.
ഇതൊന്നും ആ സാറിന് അറിയില്ല. ആ സാർ എങ്ങനെ അത് അറിഞ്ഞു, ആ ചേച്ചി അവിടെ ഉണ്ടായി, ഇതൊന്നും എനിക്കറിയാൻ പാടില്ല. പക്ഷെ അമ്മ പറഞ്ഞപ്പോഴും ഞാൻ വിശ്വസിച്ചില്ല കൃപാസന മാതാവാണ് അതൊക്കെ ചെയ്തതെന്ന്. അപ്പം എൻ്റെ മനസ്സിൽ അങ്ങനെ ആയിരിക്കില്ല. എന്നാലും എനിക്കൊരു വിശ്വസിക്കാനൊരു മടി, ഇത്ര നാൾ വിശ്വസിച്ചിട്ടുണ്ടായില്ലല്ലോ, അതുകൊണ്ട് വിശ്വസിക്കാനൊരു മടി. അത് കഴിഞ്ഞിട്ട് പാസ്പോർട്ട് കിട്ടി, ഞാൻ എക്സാം എഴുതി. അത്രയും നല്ലപോലെ സംസാരിക്കുന്ന ഞാൻ ആ എക്സാമിന് ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ അവിടെ വെറുതെ ചെന്നിരുന്നു. എക്സാമിനേറ്റേഴ്സ് എന്തോ ചോദിച്ചു, ഞാൻ യാ 9 ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. ഒരു സെൻറ്റൻസ് മൊത്തത്തിൽ പറയാൻ എനിക്ക് അറിയാൻ പാടില്ലായിരുന്നു. ഞാൻ അതുപോലെ ടെൻഷൻ അടിച്ച എക്സാം വേറെ ഇല്ല. അതിൽ പിന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് എക്സാമിന്. ആ എക്സാം എഴുതി, എനിക്കറിയായിരുന്നു ഞാൻ പാസ്സാവില്ല. പിന്നെ ഞാൻ വീട്ടിലേക്ക് വന്നു, റിസൾട്ട് ആവാറായി. അപ്പോൾ മിക്കവാറും പിള്ളേർക്കെല്ലാം മനസ്സിലായി ഏകദേശം എല്ലാവരും തോക്കും. അപ്പോൾ എല്ലാവർക്കും തിരിച്ചു പോകണമെന്നില്ല. അപ്പോൾ സാറ് പറഞ്ഞു തിരിച്ച് വന്നാലാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്യുള്ളൂ. പിള്ളേരെല്ലാം തിരിച്ച് മൈസൂർക്ക് പോയി, ഞാൻ എന്നാലും പോയില്ല. ഞാൻ വീട്ടിലിരിക്കുകയാണ്. ആദ്യത്തെ ദിവസം എക്സാമിൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുമെന്ന് പറഞ്ഞു. അവരെ ഹോളിൽ കയറ്റി. അപ്പോൾ അവർ മെസ്സേജ് അയക്കുന്നുണ്ട്, എടി ഹോളിൽ കയറ്റി, ഇപ്പോൾ റിസൾട്ട് പറയുമായിരിക്കും. അപ്പം തൊട്ട് ഞാൻ ഭയങ്കര പ്രാർത്ഥന, കൃപാസന മാതാവിനെ വിളിക്കുന്നു, ഈശോയെ വിളിക്കുന്നു, വിശ്വാസ പ്രമാണം ചൊല്ലുന്നു, ബൈബിൾ എഴുതുന്നു. ബൈബിൾ ഇംഗ്ലീഷാണ് എഴുതേണ്ടത്. അമ്മയ്ക്ക് പള്ളിയിൽ നിന്ന് കൊടുത്താണ് ഇംഗ്ലീഷ് ബൈബിൾ ഇത്ര അധ്യായം എഴുതണം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല അമ്മ ഞാൻ എഴുതിക്കോളാം എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷ് ബൈബിൾ എഴുതി. അപ്പോൾ എനിക്കത് വായിച്ചിട്ട് പ്രത്യേകിച്ചൊന്നും മനസ്സിലാവണില്ല മലയാളം ബൈബിൾ പോലെ. അപ്പം ഞാൻ മനസ്സിൽ വിചാരിച്ചു മനസ്സിലാവാണ്ട് എഴുതിയിട്ട് കാര്യമില്ലല്ലോ, എന്നാൽ പിന്നെ കുറച്ച് വിശ്വാസ പ്രമാണം ഇത്രയും ദേവളമാതാവും കൂടെ ചൊല്ലാം, എന്നിട്ട് എഴുതിക്കൊണ്ടിരിക്കാം. അങ്ങനെ ഞാൻ എഴുതിയത് നെഹമിയാണ്. നെഹമിയ മൊത്തം ഞാൻ ആ ചാപ്റ്റേഴ്സ് മൊത്തം കംപ്ലീറ്റ് ചെയ്തു ആ ദിവസങ്ങളിൽ, 2 ദിവസം കൊണ്ട്. എന്നിട്ട് ഞാൻ ആദ്യത്തെ ദിവസം വന്നു, റിസൾട്ട് വന്നില്ല, പറഞ്ഞില്ല. പിറ്റേ ദിവസം റിസൾട്ട് പറയാൻ വേണ്ടി അവർ പിന്നെയും എക്സാം ഹോളിൽ കയറ്റി. അപ്പോൾ തൊട്ട് ഞാൻ പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ വന്ന് ഉടമ്പടി എടുക്കാം, എനിക്കിപ്പോൾ അറിയണം ഞാൻ പാസ്സായോ തോറ്റോന്ന്. അപ്പോൾ കൃപാസനത്തെ മാതാവിൻ്റെ ഒരു കുഞ്ഞ് 2 ഫോട്ടോ എൻ്റെ ടേബിളിൻ്റെ മുകളിൽ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫോട്ടോയിൽ 2 പേരുടെ രൂപങ്ങൾ കണ്ടുവന്നു. അതിൽ ആദ്യത്തെ കൊച്ചിനെ എനിക്ക് നല്ലപോലെ അറിയാം, എൻ്റെ കൂടെ പഠിക്കുന്ന രേവതി എന്ന് പറഞ്ഞ കൊച്ചാണ്. രണ്ടാമത്തെ ആളെ എനിക്ക് മനസ്സിലായില്ല, പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായില്ല, കുറച്ച് സമയം കണ്ടുള്ളൂ, പെട്ടെന്ന് പോയി. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ ഫോട്ടോ ഇതിനകത്ത് തെളിഞ്ഞ് വന്നിട്ടില്ല, ആകെ 2 പേരുടെ ഫോട്ടോയിൽ തെളിഞ്ഞു വന്നില്ല. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി ഇവർ 2 പേരായിരിക്കും ചിലപ്പോൾ പാസ്സാവാൻ പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ അറിയണം ഞാൻ പാസ്സായോ ഇല്ലയോ എന്ന്, എനിക്കിപ്പോൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞു. ഞാൻ കണ്ണടച്ചപ്പോൾ എൻ്റെ മുന്നിൽ F എന്നുള്ള ലെറ്റർ വരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു പാസിന് P അല്ലേ വരേണ്ടത്, ഇത് F ആണല്ലോ, അപ്പോൾ ഞാൻ തോറ്റൂല്ലേ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ഫ്രണ്ട് വിളിച്ചിട്ട് പറഞ്ഞു, എടി നിനക്ക് കിട്ടിയില്ല, എനിക്കും കിട്ടിയില്ല, വേറെ 2 പേരെ ജയിച്ചുള്ളൂ നമ്മുടെ ക്ലാസ്സിൽ നിന്ന്. അപ്പോൾ ഞാൻ ചോദിച്ചാൽ ആരാ? അപ്പോൾ പറഞ്ഞു രേവതിയും കതിർ എന്ന് പറഞ്ഞ കൊച്ചാ ജയിച്ചേ. അപ്പോൾ ഞാൻ ഓക്കെ. അപ്പോൾ എനിക്ക് ഏകദേശം മനസ്സിലായി കൃപാസന മാതാവ് ഇതിൽ കട്ടയ്ക്ക് നിന്ന് കളിച്ചിട്ടുണ്ട്. കാരണം ഒട്ടും വിശ്വാസമില്ലാത്ത എന്നെ കൃപാസന മാതാവിനെ കൊണ്ട് വിളിപ്പിച്ചു, ഫോട്ടോയിൽ രൂപം കളിച്ചു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഉടമ്പടി എടുക്കണം. ഇത്രയും ഞാൻ ഇത് അത്ഭുതമാണോ എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ സമയത്ത് ഞാനിങ്ങനെ നിന്നോ, ഇങ്ങനെയൊക്കെ ആവോ എന്നെനിക്ക് എൻ്റെ മനസ്സിൽ ചിന്തയായിരുന്നു. പക്ഷേ എന്നാലും കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുക്കാനുള്ളൊരു സമയം എനിക്ക് കിട്ടിയില്ല. ആ സമയത്തിൽ തിരിച്ച് മൈസൂർക്ക് പോകേണ്ടി വന്നു. മൈസൂർ എന്നപ്പോൾ അവർ പറഞ്ഞു പാസ്സാത്തവരെല്ലാവരും B1 വരെ ഞങ്ങൾ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ എഴുതി. അപ്പോൾ അവർ പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. 6 ലക്ഷത്തോളം നമ്മൾ കാണിച്ചിട്ട് ബാലൻസ് ബ്ലോക്ക് എമൗണ്ട് കാണിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാം. ആ സമയത്ത് ഒരു ഫ്ലേഗ എന്ന് പറഞ്ഞിട്ട് മെഡിക്കൽ ടേംസും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ടെൽക്കിൻ്റെ ഒരു ബുക്കൊക്കെ അവർ പഠിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാൻ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ മുന്നോട്ട് പോകും തോറും എനിക്ക് അവിടെ നിൽക്കാൻ പറ്റണില്ല. എനിക്ക് ഭയങ്കര സങ്കടം, ഞാൻ ഭയങ്കര കരച്ചിൽ. അപ്പോൾ അമ്മേനെ വിളിച്ച് ഞാൻ കരഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു നിന്നെ ആരും നിർബന്ധിച്ച് ജർമ്മനിയിലേക്ക് ഇന്നതുപോലെ പോകണം എന്ന് ഞങ്ങൾ പറഞ്ഞു വിടില്ല, നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയാൽ മതി. ഞാൻ പറഞ്ഞു അതുകൊണ്ടല്ല, എനിക്കിതിനകത്ത് നിൽക്കാൻ പറ്റണില്ല, എനിക്ക് ഭയങ്കര സങ്കടം വരുന്നു. അന്ന് തൊട്ട് ഞാൻ കൃപാസന മാതാവിനോട് ഭയങ്കര പ്രാർത്ഥന കേട്ടോ. അപ്പോൾ എനിക്ക് നീല മെഴുതിരിയും പച്ച മെഴുതിരിയും ഒന്നുമില്ല. അപ്പോൾ ഞാൻ സാധാരണ ഒരു മെഴുതിരി കത്തിച്ചിട്ട് ഒരു മാതാവിൻ്റെ കുഞ്ഞൊരു ഫോട്ടോ ഉണ്ട്, ആ രൂപത്തിന് മുമ്പിൽ തന്നെ ഞാൻ പ്രാർത്ഥിക്കും. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു ഞാനായിട്ട് ഇതിൽ നിന്ന് പിന്മാറില്ല, പക്ഷെ അവരായിട്ട് ആ മാനേജ്മെൻറ്റായിട്ട് ഈ ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ സംഭവം എടുത്ത് കളയുകയാണെങ്കിൽ ഞാൻ ഇതിൽ നിന്ന് മാറാം. അങ്ങനെ 2-3 ദിവസം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും മാനേജ്മെൻറ്റായിട്ട് വന്ന് പറഞ്ഞു ഓപ്പർച്യൂണിറ്റി കാർഡ് എന്ന് പറഞ്ഞ സംഭവം ഞങ്ങൾ എടുത്ത് കളയാൻ പോവാണ്. പല പിള്ളേർക്കും അതിൽ കൺഫ്യൂഷൻ, പലർക്കും താല്പര്യമില്ല, 6 ലക്ഷം രൂപ പെട്ടെന്ന് എടുക്കാനില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരത് ക്യാൻസൽ ചെയ്തു. അപ്പം ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നു. ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാൻ പാടില്ല. അപ്പോൾ നാട്ടിലേക്ക് വന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നു. അങ്ങനെയാണ് 31/7/2025 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ തൊട്ട് എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്, പിന്നെ നെഗറ്റിവിറ്റി ഒന്നുമില്ല, ഭയങ്കര പോസിറ്റിവിറ്റി ആയി. അപ്പോൾ ഞാൻ വിചാരിച്ചെന്നാൽ പിന്നെ ടെൽക്ക് എന്ന് പറഞ്ഞൊരു എക്സാം OST ആണ് ഞാൻ ആദ്യമേ എഴുതിയത്, അതെനിക്ക് കിട്ടിയില്ല.
ടെൽക്ക് എന്ന് പറഞ്ഞൊരു എക്സാം എഴുതാം. അപ്പോൾ എല്ലാത്തിനും പാറ്റേണിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ OSTനെ പോലെയല്ല ടെൽക്കുള്ളത്. അപ്പോൾ എനിക്ക് ടെൽക്കിന് ട്രെയിനിങ്ങിന് പോകണം. അപ്പോൾ എൻ്റെ അനീത്തി അവിടെ മൈസൂരുണ്ടായിരുന്നു. അവൾ B1 കയറാൻ വേണ്ടി പോവായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, ഞാനിവിടെ നിർത്തിയിട്ട് വരികയാണ്, ഇവിടെ OST മാത്രമേ എഴുതിപ്പിക്കുള്ളൂ, അതെനിക്ക് കിട്ടുമെന്ന് തോന്നണില്ല. ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി തിരുവല്ലയിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ വിളിച്ച് ചോദിച്ചു. അപ്പോൾ അവരെ അങ്ങോട്ടേക്ക് വന്നോളാൻ പറഞ്ഞു. അപ്പം ഞാൻ അവരെ വിളിച്ച് ചോദിച്ചു, എനിക്കിതുപോലെ B2ൻ്റെ ട്രെയിനിങ് തന്നാൽ മതി, എക്സാമിനുള്ള ട്രെയിനിങ് തന്നാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിരുവല്ലയ്ക്ക് പോയി. മാധവ് എല്ലാം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ മൈസൂരുണ്ടായിരുന്ന സമയത്ത് ഒത്തിരി ദൂരെയാണ് പള്ളി. അപ്പോൾ എനിക്ക് ഞായറാഴ്ച പോലും പള്ളിയിൽ പോകാനായിട്ട് ചില സമയത്ത് തോന്നാറില്ല. കുമ്പസാരമൊക്കെ ഭയങ്കര 1 മാസം 2 മാസം കൂടുമ്പോഴൊക്കെയാണ് ഞാൻ കുമ്പസരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ തിരുവല്ലയിലോട്ട് ഞാൻ മാറിയ സമയം തൊട്ട് മാധവ് എല്ലാം എനിക്ക് ഒരുക്കി തന്നു. ഞാൻ നിന്നതൊരു കോൺവെൻറ്റിലാണ്. കോൺവെൻറ്റിൻ്റെ അടുത്ത് തന്നെ പള്ളിയുണ്ട്. തിങ്കളാഴ്ച കോൺവെൻറ്റിലാണ് കുർബാന. അച്ഛൻ ഭയങ്കര ഒരു നല്ലൊരു അച്ഛൻ. അച്ഛൻ്റെ അടുത്ത് കുമ്പസരിക്കണം എന്ന് പറഞ്ഞാൽ അച്ഛൻ വേഗം ഓടി വന്നിരുന്ന് തരും. അതുപോലെ അപ്പോൾ 2 ആഴ്ച കൂടുമ്പോൾ, ചിലപ്പോൾ 1 ആഴ്ച കൂടുമ്പോൾ എനിക്ക് എപ്പോഴാണോ ഭയങ്കരമായിട്ട് കുറ്റബോധം മനസ്സിൽ വരുന്നത്, എനിക്കൊന്ന് കുമ്പസരിച്ചാൽ മതി എന്ന് തോന്നുന്ന സമയത്ത് എനിക്ക് പോയി നിന്ന് കുമ്പസരിക്കാം. എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും അവിടെ ഇല്ല. അടുത്ത് തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻ, നടന്നു പോകുന്നത്ര ദൂരം. എല്ലാം കൊണ്ട് മാതാവ് എനിക്ക് ഭയങ്കര നല്ലൊരു സ്ഥലം എനിക്ക് വേണ്ടി ഒരുക്കി തന്നു. ഞാൻ പഠിച്ചു. അപ്പോൾ ഞാൻ സ്വപ്നം കാണുന്നുണ്ട്. മാതാവിന് ഇടയ്ക്ക് സ്വപ്നം കാണും. ആദ്യത്തെ ദിവസം ഒരു സ്വപ്നം കണ്ടത് ഓഗസ്റ്റ് മാസമാണ്. ആ മാതാവ് ആകാശത്ത് ഇങ്ങനെ നിൽക്കുകയാണ്. ആകാശത്തൊരു നീല ഡ്രസ്സും റെഡ് കളറ് തലയിൽ മൂടിയിട്ടിട്ടുണ്ട്. അപ്പം 2 മാലാഖമാർ മാതാവിൻ്റെ തലയിൽ ഒരു പവിഴം പോലൊരു സംഭവം കൊണ്ടൊരു കിരീടം വെച്ച് കൊടുക്കുകയാണ്. ഇതാണ് ഞാൻ സ്വപ്നം കാണുന്നത്. അതല്ലാതെ പിന്നെ ഞാൻ ഡാനിയലച്ചൻ്റെ സ്പീച്ച് കേൾക്കാറുണ്ട്. അപ്പോൾ ഡാനിയലച്ച് പറയുന്നുണ്ട്, വിലാപത്തിന് പകരം സ്തുതികളുടെ സ്വസ്ത്രങ്ങൾ നാവിൽ വരും, അങ്ങനെ എന്തോ ഒരു സെൻറ്റൻസ് അച്ഛനൊരു വചനം കോട്ട് ചെയ്തിട്ട് ഞാൻ ആ ഒരു സ്പീച്ച് കേട്ടിട്ടാണ് ഞാൻ കിടന്നത്. ഞാൻ കേട്ടുകൊണ്ട് അങ്ങനെ കിടന്നുറങ്ങും. അപ്പോൾ ഉറങ്ങിയ സമയത്ത് രാത്രി പകുതി മയക്കത്തിൻ്റെ സമയത്തിൽ എനിക്ക് തലയിൽ ഭയങ്കര സൗണ്ട്, ഭയങ്കര വൈബ്രേഷൻ. ഞാൻ മൊത്തത്തിൽ കിടന്ന് വിറക്കി. അപ്പോൾ ഞാൻ വിചാരിച്ചു സ്ലീപ്പ് പാരലിസിസ് ആയിരിക്കുമോ, കാരണം നഴ്സിംഗ് പഠിച്ച എല്ലാവർക്കും ഭയങ്കര ഡൗട്ട്സ് ആയിരിക്കും, എന്തെങ്കിലും ഒരു പല്ലുവേദന വന്നാൽ ക്യാൻസർ ആയിരിക്കുമോ എന്ന് പറയുന്ന പോലെ എനിക്ക് രാത്രി ഇതുപോലെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു സ്ലീപ്പ് പാരലിസിസ് ആയിരിക്കുമോ. അപ്പോൾ ഞാൻ കണ്ണ് തുറന്നു. പക്ഷെ എനിക്കൊന്നും അനക്കാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ കയ്യിൽ ഞാൻ കാശുരൂപം ഇങ്ങനെ പിടിച്ചിട്ടാണ് കിടക്കണേ. അപ്പോൾ മാതാവിൻ്റെ ഉടമ്പടി കാശുരൂപം ഞാൻ കഴുത്തിലിട്ടിട്ടുണ്ടായിരുന്നില്ല. ഞാൻ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കണ്ണടച്ചു, ഭയങ്കര മുറുക്കം ഇങ്ങനെ പിടിച്ച് കിടക്കുകയാണ്. ഞാൻ കണ്ണടച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ എനിക്ക് ദൈവത്തിന് സ്തുതിക്കണ സൗണ്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുകയാണ്. ദൈവത്തിന് സ്തുതി, ഈശോയ്ക്ക് സ്തുതി, സ്തോത്രം, ഹല്ലേലൂയ എന്നൊക്കെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറയുന്നുണ്ട്, നീ സംസാരിക്കുക, നീയും സ്തുതിക്ക്. അപ്പോൾ ഞാൻ കണ്ണടച്ചിട്ട് ഞാനിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ എന്നോട് പറഞ്ഞു കണ്ണ് തുറക്കുക. അപ്പോൾ ഞാൻ പറയുകയാണ്, കണ്ണ് തുറന്നാൽ ഞാൻ മരിച്ചു പോവും, ഈശോയെ കണ്ടാൽ ഞാൻ മരിച്ചു, എനിക്ക് കണ്ണുറക്കാൻ പറ്റില്ല. ഞാനിങ്ങനെ മാതാവിൻ്റെ രൂപം ഇങ്ങനെ മുറുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിട്ട് ഇങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ ആ സൗണ്ടൊക്കെ മാറി നോർമലായി. ഞാൻ പിന്നെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ ഒരു സ്വപ്നം കണ്ടത് ജോസഫ് അച്ഛനെയാണ്. ജോസഫ് അച്ഛൻ എന്തൊരു പ്രോഗ്രാമിന് വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ബുക്കുണ്ട്. ഈ ബുക്ക് ഞാൻ ഉടമ്പടി തുടങ്ങിയ ദിവസം തൊട്ട്, അതായത് ഞാൻ എന്നാണോ ഹോസ്റ്റലിലേക്ക് മാറിയത്, ട്യൂഷനിലേക്ക് പഠിക്കാൻ വേണ്ടി പോയത്, അന്ന് തൊട്ടിട്ട് ഞാൻ ഇതിനകത്ത് ഓരോ വചനങ്ങൾ എഴുതും. അപ്പോൾ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്ന സമയത്ത് ഉടമ്പടി ഒരു ടോക്ക് ഉണ്ടാവുമല്ലോ ജോസഫ് അച്ഛൻ്റെ. ആ ടോക്കിൽ എനിക്ക് ആ കൂടി ഞാൻ മിക്കവാറും ഉറങ്ങിയിട്ടാണ് ഞാൻ ആ സ്പീച്ച് കേട്ടത് ജോസഫ് അച്ഛൻ്റെ. പക്ഷേ ഒരു വചനം മാത്രം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്ത് നിന്നത്, ദൈവത്തിൻ്റെ ശക്തമായ കരുത്തിന് കീഴിൽ നിങ്ങൾ താഴ്മയോടെ നിൽക്കുവിൻ, തക്ക സമയത്ത് അവിടുന്ന് നിന്നെ ഉയർത്തിക്കൊള്ളും. 1 പത്രോസ് 5:6 ഇതാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ആ ദിവസം തൊട്ട് എല്ലാ ദിവസവും ഞാൻ രാവിലെ കുർബാനയ്ക്ക് പോവും. വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ബുക്ക് എടുക്കും, ആ വചനം ഞാൻ ഒരു പേജ് ഫുള്ള് എഴുതും. എന്നിട്ടാണ് ഞാൻ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇറങ്ങി പോകാറുള്ളൂ. അപ്പോൾ ഞാനിങ്ങനെ ജോസഫ് അച്ഛൻ്റെ സ്വപ്നം കണ്ടപ്പോൾ ജോസഫ് അച്ഛൻ എന്നോട് പറയുകയാണ്, നിന്നെ ഞാൻ തളർത്തും. ഈ ഒരു സെൻറ്റൻസ് എന്തോ ഒരു കാര്യത്തിൻ്റെ കൂടെ പറഞ്ഞിട്ട് ഈ സെൻറ്റൻസ് മാത്രമാണ് ഉറക്കെ എഴുന്നേറ്റപ്പോൾ തൊട്ട് എൻ്റെ മനസ്സിലുള്ളൂ, നിന്നെ ഞാൻ തളർത്തും. ഇതാണ് ജോസഫ് അച്ഛൻ എന്നോട് പറഞ്ഞത്. പിറ്റേ ദിവസം തൊട്ട് സ്പ്രഹന് പോകുന്ന സമയത്ത്, സ്പീക്കിങ്ങിന് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഒരു വക പറയാൻ കിട്ടണില്ല. ഞാൻ കരച്ചിലായി. എനിക്ക് OST എക്സാം കഴിഞ്ഞതിൻ്റെ ഹാങ് ഓവർ തീർന്നിട്ടില്ല. അപ്പോഴാണ് ഇവിടെ വന്ന് സ്പീക്കിങ് ചെയ്യുമ്പോൾ എനിക്കൊന്നും പറയാൻ കിട്ടണില്ല. ഫുള്ളും ഞാൻ ബ്ലാങ്ക് ആയിപ്പോയി. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. പിന്നെ എക്സാമിൻ്റെ ഒക്കെ സമയമാവാറായി. എക്സാം ഡേറ്റ് എടുത്തു, 15-ാം തീയതി എടുത്തു, ഒക്ടോബർ 15. അങ്ങനെ എക്സാം ഡേറ്റ് കിട്ടിയത് തൃശ്ശൂരാണ്. അപ്പോൾ തൃശ്ശൂർ ഡോൺ ബോസ്കോ എന്ന് പറഞ്ഞൊരു എക്സാം സെൻറ്ററിൽ വെച്ചിട്ടാണ് എക്സാം. അപ്പോൾ ആ സമയങ്ങളോട് അടുത്തപ്പോൾ എനിക്ക് വേറെ വചനങ്ങൾ ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് എഴുത്. പുറപ്പാട് 14:14 നീ ശാന്തനായിരുന്നാൽ മതി, ദൈവം നിനക്ക് വേണ്ടി, കർത്താവ് നിനക്ക് വേണ്ടി യുദ്ധം ചെയ്തുകൊള്ളും. അതുപോലെ തന്നെ സെഫാനിയ 3:17
3:7 3:17 ആണ്. ശക്തനായ ദൈവം, യുദ്ധം ചെയ്യുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്, നിനക്ക് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യയുണ്ട്. അപ്പോൾ ഈ വചനങ്ങളൊക്കെ എനിക്ക് തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാനതൊക്കെ എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞാൻ എക്സാമിന് പോയി. അപ്പോൾ എൻ്റെ അമ്മ കൂടെ ഉണ്ടായി. അപ്പോൾ എക്സാമിൽ 15-ാം തീയതി ആണെങ്കിൽ തലേദിവസം 14-ാം തീയതി വീട്ടിൽ നിന്ന് ഇറങ്ങി. ഒരു ആൻറ്റിയുടെ വീട് തൃശ്ശൂരുണ്ട്, അപ്പോൾ അവിടെ നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അപ്പനെയാണ് കാറിൽ കൊണ്ടാക്കണേ ബസ് സ്റ്റാൻഡ് വരെ. അപ്പോൾ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഒരു പക്ഷി, അത് കുളത്തിൽ മീൻ പിടിക്കുന്നത് ഒരു പക്ഷിയാണ്, വലിയ നീളമുള്ള കൊക്കുള്ളത്. അതിൻ്റെ കൊക്കിന് ചുറ്റും ഒരു കയറോ ഒരു നൂലെങ്ങാണ്ട് ചുറ്റിയിട്ട് അതിനെ വാ തുറക്കാൻ പറ്റുന്നില്ല, അത് ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുകയാണ്. അപ്പോൾ എൻ്റെ അപ്പം വണ്ടിയിൽ നിന്ന് ഇറങ്ങി ആ നൂലങ്ങോട്ട് അഴിച്ചു കളഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ പറയാണ്, നിൻ്റെ സംസാരിക്കാനുള്ള ശേഷി ഞാൻ തിരിച്ചു തരാൻ പോവാണ്, നീ നല്ലപോലെ സ്പീക്കിംഗ് ചെയ്യും, നിൻ്റെ അപ്പം നിൻ്റെ കെട്ട് നിനക്ക് വേണ്ടി അഴിച്ചു തന്നിട്ടുണ്ട്. എൻ്റെ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ വിശ്വസിച്ചു, ഓക്കെ എനിക്ക് സ്പീക്കിംഗ് നല്ലതായിരിക്കും. ഞാൻ എക്സാമിന് പോയി. സെൻറ്ററിൽ തന്നെ ചാപ്പലുണ്ടായി. അമ്മയും ഞാൻ ചാപ്പലിൽ കയറി പ്രാർത്ഥിച്ചു, പുറത്ത് വന്നു. അപ്പോൾ എല്ലാ പിള്ളേരും ഇത് നോക്കുന്നുണ്ട്, എക്സാം പേപ്പേഴ്സ് നോക്കുന്നുണ്ട്, ഫോണിൽ എന്തൊക്കെയോ സെർച്ച് ചെയ്യാനുണ്ട്, പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കും ഞാൻ മാത്രം എന്ത് ഇങ്ങനെ നിൽക്കണേ, അപ്പോൾ ഞാനും പഠിക്കാം. എന്നിട്ട് ഫോൺ എടുത്ത് നോക്കി, പക്ഷെ എനിക്ക് പഠിക്കാൻ പറ്റണില്ല. അപ്പോൾ ഞാൻ കൊന്തെടുത്ത് കൈ പിടിച്ചു. അപ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത് എനിക്ക് പരീക്ഷാ ഭയം ഇല്ല. ഞാൻ ഉടമ്പടിയിൽ വെച്ച സംഭവമാണ്. ഓയിസ്റ്റ് എക്സാം തൊട്ടിട്ട് എനിക്ക് ഭയങ്കര പേടിയാണ് എക്സാമിന്. പക്ഷെ അപ്പം തൊട്ടിട്ട് എനിക്ക് പരീക്ഷ ഭയം ഇല്ല. എല്ലാവരും ഭയങ്കര സ്പീഡിൽ എന്തൊക്കെയോ പഠിക്കുന്നു, എന്തൊക്കെയോ വായിക്കുന്നു. അപ്പോഴും ഞാൻ വെറുതെ നിൽക്കുക. ഞാൻ കൊന്ത കൈ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, മാതാവേ നോക്കിക്കോണേ, എനിക്കൊന്നും അറിയാൻ പാടില്ല, ഞാൻ പഠിച്ചതല്ലാണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഒന്നും എഴുതാൻ കിട്ടില്ല, അത് മാത്രമേ നീ ചോദിക്കാവുള്ളൂ, എനിക്ക് വേറെ ഒന്നും നീ ചോദിക്കരുത്. എന്നിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തേന്, പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ ഉപ്പ്, തൈലം ഇതൊക്കെ തൂത്തിട്ടാണ് ഞാൻ പോണേ. എൻ്റെ പോക്കറ്റിൽ ഒരു കുഞ്ഞ് കാശുരൂപം. ഞാൻ അതിന് മുന്നേ ജോസഫച്ചനെ ഇവിടെ വന്ന് കാണണമെന്ന് വിചാരിച്ചു, പക്ഷേ ജോസഫച്ചൻ കാണാൻ പറ്റിയില്ല. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു മനസ്സിൽ. അപ്പം ഞാനൊരു കുഞ്ഞ് കാശുരൂപം ഉണ്ട്, ഉടമ്പടി കാശുരൂപം അല്ലാതെ വേറൊരു കാശുരൂപം. അതിൻ്റെ ഒരു കുഞ്ഞ് കവറിനകത്ത് ഉപ്പും വിശുദ്ധ തൈലവും എണ്ണയും കടന്ന ഒരു കവറിനകത്ത് ഞാൻ ആ കാശുരൂപം ഇട്ടിട്ടുണ്ടായിരുന്നു, വേറെ ആർക്കെങ്കിലും കൊടുക്കാമല്ലോ എന്ന് ഓർത്തിട്ട്. അപ്പം ഞാൻ ആ കാശുരൂപം വെച്ചിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. ജോസഫച്ചന് എനിക്കൊരു കാശുരൂപം തരാൻ പറ്റിയില്ല, എനിക്ക് കാണാൻ പറ്റിയില്ല അച്ഛനെ. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ അച്ഛൻ 16-ാം തീയതിയാണ് വരുള്ളൂ തിരിച്ച് ഫ്രാൻസിൽ നിന്ന്. അപ്പോൾ 15-ാം തീയതി എൻ്റെ എക്സാം. അപ്പോൾ എനിക്കത് കിട്ടില്ല. പക്ഷെ മാതാവേ, നീയാണ് എല്ലാവരുടെയും പ്രവർത്തിക്കണേ, നീ എനിക്ക് വേണ്ടി ഈ കാശുരൂപം ജോസഫ് അച്ഛൻ തരുന്ന കാശുരൂപം പോലെ ശക്തിയുള്ളതാക്കണം, എനിക്ക് വേണ്ടിയിട്ട് നീ അത് ചെയ്തു തരണം, എനിക്ക് ഈ എക്സാം പാസ്സാവണം. അപ്പം ഞാൻ എക്സാമിന് മുന്നൊക്കെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമൊക്കെ ഭയങ്കര ഡൗണായി. എനിക്ക് മാസം വന്നിട്ട് പത്രം മേടിക്കാൻ പറ്റില്ലായിരുന്നു. അപ്പം ഞാൻ അങ്ങനെ അപ്പം എനിക്ക് മനസ്സിൽ പെട്ടെന്ന് ചോദിച്ചു, അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം അത് വിശ്വാസമല്ല, നീ എന്തെങ്കിലും പ്രവർത്തിച്ചാലാണ് എനിക്ക് നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ എന്ന് എൻ്റെ മനസ്സിൽ പറയാം. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയ സമയത്ത് എൻ്റെ പഴയ പത്രങ്ങൾ കുറേ എൻ്റെ വീട്ടിൽ ഒരു ഫയലിലാക്കിയിട്ട് അമ്മ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ അമ്മ എടുത്ത് പറഞ്ഞു, നമുക്ക് ഈ പത്രം കൊണ്ട് കൊടുക്കാം. അപ്പോൾ അമ്മ ചോദിച്ചു, എവിടെ കൊണ്ട് കൊടുക്കും? ഞാൻ പറഞ്ഞു, വീടിൻ്റെ അടുത്തുള്ളവർക്ക് കൊണ്ട് കൊടുക്കാം. എൻ്റെ മനസ്സിലപ്പോൾ ഒരു ചേച്ചിയുടെ മുഖം മാതാവ് കാണിക്കുന്നുണ്ട്. അപ്പം ഞാൻ ഈ പത്രം കൊണ്ട് പോണ സമയത്ത് മാതാവ് എൻ്റെ അടുത്ത് പറയേണ്ട ഒരു വിശ്വാസ പ്രമാണം കൂടി എഴുതി. അപ്പം ഞാൻ പറഞ്ഞു, ഒരാൾക്ക് വേണ്ടിയിട്ട് വിശ്വാസ പ്രമാണം എഴുതാൻ പറ്റില്ലല്ലോ, എഴുതുവാണെങ്കിൽ അത്രയും പത്രം കൊടുക്കുന്നവർക്കൊക്കെ കൊടുക്കണം. അപ്പോൾ എനിക്കത് എഴുതാൻ നിൽക്കാനുള്ള സമയമില്ല, ഞാൻ പെട്ടെന്ന് പോയിട്ട് പത്രം കൊടുക്കാമെന്നുള്ള രീതിയിൽ അമ്മയും ഞാനും കൂടി ഇറങ്ങി. ഈ ചേച്ചിയുടെ വീടെത്തിയപ്പോൾ അമ്മ പറഞ്ഞു, ഇവിടെ കൊടുക്കണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, വേണം, എനിക്ക് ഇവിടെ കൊടുക്കണം. അപ്പോൾ ഞാൻ കയറിയപ്പോൾ ഈ ചേച്ചി അലക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പത്രം കൊടുത്ത് ഞാൻ പറഞ്ഞു, ആലപ്പുഴയിലുള്ള ജീവനോട് മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ്, ഭയങ്കര അത്ഭുതങ്ങൾ നടക്കേണ്ട, ചേച്ചിക്ക് എന്തെങ്കിലും സങ്കടം ഉണ്ടെങ്കിൽ മാതാവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് അത് മാറ്റിത്തരും. ഇത്ര പറഞ്ഞ് തീരുന്നതിന് മുന്നേ ചേച്ചി ഭയങ്കരമായിട്ട് കരയുക. അപ്പം ഞാൻ വിചാരിക്കുക, മാതാവ് എനിക്ക് നീ കാണിച്ചു തന്നു, നീ നിനക്ക് ഇഷ്ടമുള്ള ഒരാളുടെ അടുത്ത് നീ ഈ പത്രം കൊണ്ട് എത്തിക്കാനായിട്ട് എന്നെ ഉപയോഗിച്ചു. അപ്പം ഞാൻ പത്രം കൊടുക്കുന്നതിന് മുന്നേ വിശുദ്ധ തൈലും ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു, മാതാവേ നിനക്ക് അർഹതപ്പെട്ടവരുടെ കയ്യിൽ ഇത് എത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് ഈ പത്രം ഞാൻ കൊടുക്കാൻ തുടങ്ങി. അപ്പോൾ ഈ ചേച്ചി പറയുകയാണ്, ചേച്ചിയുടെ അനിയൻ ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് എങ്ങാണ്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്, സർജറി വേണമെന്ന് പറഞ്ഞു. കുഞ്ഞ് 2 മക്കളാണുള്ളത്. ആ സമയത്ത് ഞങ്ങളുടെ അടുത്തുള്ള 2-3 പേര് ഇതുപോലെ ഹാർട്ട് അറ്റാക്ക് വന്നിട്ട് പെട്ടെന്ന് തന്നെ മരിച്ചു. അപ്പോൾ ചേച്ചിക്ക് ഭയങ്കര ടെൻഷനാണ്, അനിയൻ എന്തെങ്കിലും പറ്റുമോ. അപ്പോൾ ആ പുള്ളിക്കാരിക്ക് ആ പത്രം കൊടുത്തപ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയായി. ആ സമയത്ത് 2-3 പേരെടുത്ത് പത്രം കൊടുത്തപ്പോൾ അവർ ചോദിച്ചു, ഇപ്പം ഇതാണോ പണി, നഴ്സിങ്ങിന് പോയ കൊച്ചല്ലേ, ഇപ്പം ഇതാണോ പണി? അപ്പോൾ എനിക്ക് മനസ്സിൽ ഭയങ്കര വിഷമം വന്നു. അപ്പോൾ ഞാൻ തിരിച്ച് വന്നിട്ട് മാതാവിനടുത്ത് പറഞ്ഞു, നാട്ടുകാരുടെ അടുത്ത് മൊത്തം ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്, അതുപോലെ ഞാൻ ഇന്ന ഹോസ്റ്റലിൽ ഡോർമെട്രിയാണ്. അപ്പോൾ സുമിയുടെ കൂടെ, എൻ്റെ അനീത്തിയാണ് സുമിയുടെ കൂടെ പഠിക്കുന്ന പിള്ളേരും
ഞാനും എൻ്റെ കൂടെ പഠിക്കുന്ന വേറൊരു കൊച്ചു, ഞങ്ങൾ ഇത്രയും പേര്, ഒരു 9 പേര് ഒരു ഡോർമെട്രിയിലാണ് നിൽക്കണേ. അപ്പം ഞാൻ രാവിലെ 5:30 എഴുന്നേച്ച് തിരികത്തിച്ച് പ്രാർത്ഥിക്കുന്നതും വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കുന്നതും കൊന്ത കൈവിരിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുന്നതും ഒക്കെ ഇവർ കാണുന്നുണ്ട്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, എല്ലാവരുടെ മുമ്പിൽ എന്നെ നാണം കെടുത്തണ്ട, നീയായിരിക്കും മിക്കവാറും നാണം കെടാൻ പോണേ ഞാൻ തോറ്റു കഴിഞ്ഞാൽ. എനിക്ക് വേണ്ടിയെങ്കിലും അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയെങ്കിലും നീ എന്നെ പാസ്സാക്കി തരണമെന്ന് ഞാൻ മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. അങ്ങനെ ഞാൻ എക്സാം എഴുതി ഞാൻ തിരിച്ചു വന്നു. അപ്പോൾ എനിക്ക് കിട്ടിയ പാർട്ട്ണർ പുള്ളിക്കാരി ഭയങ്കര ടെൻഷനായിപ്പോയി. അപ്പോൾ എനിക്ക് മാതാവ് പറഞ്ഞു തരുന്നുണ്ട്, നീ ഇതുപോലെ പറ. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു ടൈൽ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യലാണ്. അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു, എനിക്ക് നഴ്സിംഗ് ഇഷ്ടമല്ലായിരുന്നു, പക്ഷേ ജോബ് ഓപ്പർച്യൂണിറ്റീസൊക്കെ കാരണം എൻ്റെ ഫാമിലി നിർബന്ധിച്ചെടുത്തൊരു കോഴ്സാണ്. അപ്പോൾ ഒരു ഓൾഡ് ആയിട്ടുള്ളൊരു വിമണിനെ ഞാൻ ഹെൽപ്പ് ചെയ്തപ്പോൾ അവർ എന്നോട് പറഞ്ഞു, നീ ഉള്ളത് എനിക്ക് ഭയങ്കര ആശ്വാസമായിരുന്നു. അപ്പോൾ തൊട്ട് എനിക്ക് ഈ പ്രൊഫഷൻ ഇഷ്ടപ്പെട്ടു. ഇതാണ് എൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ അവരോട് ഷെയർ ചെയ്യണേ. അപ്പോൾ ആ എക്സാമിനേറ്റർ എന്നോട് തിരിച്ച് ചോദിച്ചു, ഓൾഡായ പേഷ്യൻസിനെ കെയർ ചെയ്യാനാണോ നിനക്കിഷ്ടം, എന്തുകൊണ്ട്? അപ്പം മാതാവ് എനിക്ക് പറഞ്ഞു തരിക, നിൻ്റെ വീട്ടിൽ നിനക്കൊരു അമ്മാമ്മ ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക, അമ്മാമ്മേനെ നിനക്ക് നോക്കാൻ ഇഷ്ടമാണെന്ന് പറഞ്ഞു കൊടുക്കുക, അമ്മാമ്മയോട് സംസാരിക്കാനും അമ്മാമ്മേനെ കെയർ ചെയ്യാനും എല്ലാം നിനക്ക് ഇഷ്ടമാണെന്ന് നീ പറഞ്ഞു കൊടുക്കുക. അപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ എനിക്ക് മാതാവ് എല്ലാം എനിക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുക. പിന്നെ അതിലും വലുതെന്ന് പറയണത്, ഞാൻ മാതാവിനോടൊരു അടയാളം ചോദിച്ചിട്ടുണ്ടായി, എനിക്ക് ഈ എക്സാം ഞാൻ പാസ്സാവും, അല്ലെങ്കിൽ മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് കാണിക്കാനായിട്ട് എനിക്കൊരു അടയാളം വേണം. അപ്പോൾ മാതാവ് എനിക്ക് തന്ന നമ്പർ 6ആണ്. ഈ 6ാം നമ്പറിൽ ലാപ്ടോപ്പ്, എല്ലാവർക്കും ഒരു ലാപ്ടോപ്പ് കൊടുക്കും. ഈ 6ാം നമ്പർ ലാപ്ടോപ്പിലാണ് ഞാനിരുന്ന് എക്സാം എഴുതുന്നത്. അപ്പോൾ മാതാവിൻ്റെ നമ്പറാണെന്ന് ഞാൻ സാക്ഷ്യത്തിൽ ഒത്തിരി തവണ കേട്ടിട്ടുണ്ട്, 6ാമത്തെ നമ്പർ. അപ്പോൾ ഞാൻ മാതാവിനോട് ഒത്തിരി നന്ദി പറഞ്ഞു. പക്ഷേ എക്സാം എഴുതുമ്പോഴും എൻ്റെ കണ്ണ് നിറയാനുണ്ട്. മാതാവ് എനിക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? പക്ഷെ നീ എൻ്റെ കൂടെ ഉണ്ട്, നീ എനിക്ക് പറഞ്ഞു തരുമെന്ന് എനിക്കറിയാം. സ്ട്രൈബൻ എഴുതുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഞാൻ ടൈപ്പ് ചെയ്ത് പഠിച്ചിട്ടുണ്ട്, പക്ഷേ ആ വന്ന ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടേ ഉള്ളൂ. ഞാൻ അതിനെപ്പറ്റി പഠിക്കുകയോ അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല. പെട്ടെന്നൊരു 30 മിനിറ്റ് സമയമുണ്ട്, പക്ഷേ ആ 30 മിനിറ്റ് എങ്ങനെ കടന്നു പോകുന്നു നമുക്ക് ആ സമയത്ത് ഇരിക്കുമ്പോൾ അറിയില്ല. ഞാൻ സ്പീഡിൽ എന്തൊക്കെയോ ടൈപ്പ് ചെയ്തു, എന്തൊക്കെയോ മിസ്റ്റേക്ക് വന്നു, ഞാൻ ബാക്ക് അടിച്ച് ഇറേസ് ചെയ്തു, പിന്നെയും ടൈപ്പ് ചെയ്തു. അപ്പോൾ സാറ് ബാക്കിൽ നിന്ന് പറയേണ്ട സമയം തീർന്നു, വേഗം ഓഫ് ചെയ്യില്ലെങ്കിൽ അത് സെൻഡ് ആവില്ല. അപ്പം ഞാൻ പെട്ടെന്ന് ഇത് ഓഫ് ചെയ്തു. ഞാൻ അയച്ചു കൊടുത്തിട്ട് മാതാവിൻ്റെ അടുത്ത് പറഞ്ഞു, നീ ഇത് പാസ്സാക്കിയില്ലെങ്കിൽ ഞാൻ പാസ്സാവില്ല, എൻ്റെ കഴിവിൽ ഇതൊന്നുമില്ല. ഞാൻ വീട്ടിൽ വന്ന് നോക്കി, എക്സാം പേപ്പർ വെച്ച് നോക്കി, അതായത് എനിക്ക് ഓർമ്മയുള്ള 2-3 ക്വസ്റ്റ്യൻ വെച്ച് നോക്കിയിട്ട് ഞാൻ പറഞ്ഞു, ഇതൊക്കെയാണ് ഉത്തരങ്ങൾ, ശരിയാണെന്ന് എനിക്ക് തോന്നുന്നുള്ളൂ, ബാക്കിയൊക്കെ നിൻ്റെ കയ്യിലാണ്, എനിക്കറിയാൻ പാടില്ല ഞാൻ ജയിപ്പിക്കുകയാണെങ്കിൽ അത് നീ കാരണമാണ് ഞാൻ ജയിക്കുകയുള്ളൂ, കാരണം എൻ്റെ കഴിവിൽ ഇതൊന്നുമില്ല. അപ്പോൾ ആ സമയത്ത് എനിക്ക് മാതാവ് തന്ന വചനമാണ് 1 കൊറിന്തോസ് 15:10, നീ എന്തായിരിക്കുന്നുവോ അത് ദൈവകൃപയാലാണ്, നിൻ്റെ മേൽ ദൈവം ചൊരിഞ്ഞ കൃപ നിഷ്ഫലമായി പോയിട്ടില്ല. അപ്പോൾ ഞാൻ അത് എഴുതി പ്രാർത്ഥിക്കാൻ തുടങ്ങി. റിസൾട്ട് വരുന്നതിന് മുന്നേ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവ് എനിക്കൊരു അടയാളം കാണിച്ചു തരണം, ഞാൻ പാസ്സാവുകയാണെങ്കിൽ എനിക്കൊരു അടയാളം കാണിച്ചു തരണം. അപ്പോൾ മാതാവ് എനിക്ക് അന്ന് മഴവില്ല് കാണിച്ചു തന്നു. എനിക്ക് ഭയങ്കര സന്തോഷമായി. ഇടയ്ക്കിടയ്ക്ക് മാതാവിനോട് ഞാൻ അടയാളം ചോദിക്കാറുണ്ട്. അപ്പോൾ മാതാവ് തിരിയിൽ ചെറിയൊരു ഹാർട്ടിൻ്റെ രൂപം, കനൽ പോലെ വരുന്നത്, പിന്നെ സുഗന്ധാഭിഷേകം, ഇതൊക്കെ എനിക്ക് മാതാവ് അടയാളങ്ങളായിട്ട് തരാറുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റിസൾട്ട് വന്നു. റിസൾട്ട് വരുന്ന ദിവസം അന്ന് എക്സാമിന് ഞാൻ പരിചയപ്പെട്ടൊരു ചേച്ചി എന്നെ വിളിച്ച് പറയാണ്, ഇന്ന് റിസൾട്ട് വരുന്നു തോന്നണോ, നിൻ്റെ മെയിലൊന്ന് ചെക്ക് ചെയ്യുക, റിസൾട്ട് വന്നോ നോക്ക്. ഞാൻ നോക്കിയപ്പോൾ റിസൾട്ട് വന്നിട്ടില്ല. ആ സമയം 2 മണിയാണ്. അപ്പോൾ 2 മണി തൊട്ടിട്ട് ഞാൻ മുട്ടുമേ നിന്ന് 2 മെഴുതിരി കത്തിച്ചിട്ട് പ്രാർത്ഥന, മാതാവേ നീയാണ് നാണം കെടാൻ പോണേ, തോറ്റു കഴിഞ്ഞാൽ എന്നെ ജയിപ്പിച്ച് തന്നില്ലെങ്കിൽ നീ ആട്ടോ നാണം കെടാൻ പോണേ, എല്ലാവരുടെ മുമ്പിൽ നീ നാണം കെടും, അത് ഉണ്ടാക്കരുത്, എനിക്കതിലൊരു താല്പര്യമില്ല. ഞാൻ മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിക്കുക, വിശ്വാസ പ്രമാണം ചൊല്ലുന്നുണ്ട്, പ്രത്യക്ഷീകരണ പ്രാർത്ഥന മാറി ചൊല്ലുന്നുണ്ട്, ഒരു കൊന്ത ചൊല്ലി, ഒരു കരുണക്കൊന്ത ചൊല്ലി. ഇതെല്ലാം കഴിഞ്ഞപ്പം ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കാം. മാതാവ് എൻ്റെ അടുത്ത് ഇടയ്ക്കിടയ്ക്ക് ബൈബിളിലോടൊക്കെ സംസാരിക്കും. അപ്പോൾ ഞാൻ ബൈബിൾ എടുത്ത് തുറന്നു നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ വചനം ലൂക്ക 1:25, ജനങ്ങളുടെ ഇടയിൽ നിനക്കുണ്ടായിരുന്ന അപമാനം നീക്കിക്കളയാൻ വേണ്ടി നിനക്ക് വേണ്ടി ഞാനിത് ചെയ്തു തന്നിരിക്കുന്നു എന്നർത്ഥമാക്കുന്നൊരു വചനമാണ് എനിക്ക് വന്നത്. അങ്ങനെ ആ വചനം കെട്ടി. അത് കഴിഞ്ഞ് ഒരു 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേനും ആ ചേച്ചി എന്നെ വിളിച്ച് പറയാണ്, എടി റിസൾട്ട് വന്നു, എനിക്ക് മെയിൽ വന്നു, നിനക്ക് മെയിൽ വന്നോ നോക്ക്. മെയിൽ തുറന്നു നോക്കി. അപ്പോൾ ആ ചേച്ചി പറയുന്നുണ്ട്, ബെസ്റ്റാൻഡൻ അല്ലെങ്കിൽ നിഷ്ഠ ബെസ്റ്റാൻഡൻ, ജയിച്ചു അല്ലെങ്കിൽ തോറ്റു, ഇതായിരിക്കും അതിനകത്ത് എഴുതിയിരിക്കണേ. ആ സംഭവം ഞാൻ അതിനകത്ത് കാണാനില്ല. ഞാൻ മറിച്ച് തിരിച്ചൊക്കെ നോക്കുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ക്രോൾ ചെയ്ത് നോക്കി, എനിക്കത് കിട്ടിയില്ല. അപ്പോൾ ഞാൻ ചേച്ചിക്ക് അയച്ചു കൊടുത്തിട്ട്, ഇത് അങ്ങനെ ഇല്ലല്ലോ, അങ്ങനൊരു വാക്കില്ലല്ലോ. അപ്പോൾ ചേച്ചി പറഞ്ഞു, നീ എനിക്ക് അയച്ചതാ, ഞാൻ നോക്കട്ടെ. ചേച്ചിക്ക് അയച്ചു കൊടുത്തു. ചേച്ചി ആ PDF തുറന്നിട്ട് പറയും, എടി അത് ഗുഡ് എന്ന് എഴുതിയിട്ടുണ്ട്, ജയിച്ചു. 300-ൽ എനിക്ക് 240.5 മാർക്ക് വന്നിട്ടാണ് എൻ്റെ മാതാവ് എന്നെ ജയിപ്പിച്ചത്. അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഏറ്റവും പാടുള്ള സ്പീക്കിങ്, എനിക്ക് 75-ൽ 27 മാർക്ക്. അതെന്നെ പഠിപ്പിച്ച സാറ് പറയുന്നുണ്ടായി,
ഏറ്റവും കൂടി പോയ 9 മാർക്കൊക്കെയാണ് ചിലപ്പോൾ കിട്ടുള്ളൂ. അല്ല, ഷ്രൈബന് 9 മാർക്കൊക്കെയാണ് ചിലപ്പോൾ കിട്ടുള്ളൂ. ഷ്രൈബനിൽ എനിക്ക് 27 മാർക്ക് മാതാവ് തന്നു. ഞാൻ തോറ്റു പോകുമെന്ന് വിചാരിച്ച സ്ഥാനത്ത് മാതാവ് എനിക്ക് 27 മാർക്ക് തന്നിട്ട് എന്നെ പാസ്സാക്കി. 300-ൽ 240.5 മാർക്ക് തന്നിട്ട് എന്നെ പാസ്സാക്കി. പിന്നെ ഇതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, എനിക്ക് PCOD എന്ന് പറഞ്ഞിട്ട് ഒരു അസുഖം ഉണ്ടായിരുന്നു. ഓവറീസിൽ ഇങ്ങനെ കുരുക്കൾ വന്നിട്ട് പീരീഡ്സ് റെഗുലർ അല്ല. എനിക്ക് എല്ലാ മാസവും 1-2 തവണ വരും, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു മാസം മൊത്തം, രണ്ടാമത്തെ മാസവും കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. തുടക്കം കുറേ ആയുർവേദം കാണിച്ചു, ഹോമിയോ കാണിച്ചു, പിന്നെ ഇടയ്ക്കൊന്ന് ഡ്രോപ്പ് ചെയ്തു, പിന്നെ ഹോമിയോ കണ്ടിന്യൂ ചെയ്തു. അവസാനം ഞാൻ മരുന്ന് കഴിച്ച് മടുത്തപ്പോൾ ഞാൻ ഉടമ്പടിയൊക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ മാതാവിനോട് പറഞ്ഞു, ഞാൻ ഇനി മരുന്ന് കഴിക്കാൻ പോകണില്ല, നീ മാറ്റി തരുവാണെങ്കിൽ അത് മാറിക്കോട്ടെ, നിനക്ക് മാറ്റി തരണമെന്നില്ലെങ്കിൽ അത് മാറണ്ട എന്ന് ഞാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ എല്ലാ ദിവസവും ഞാൻ ഉടമ്പടി ഉപ്പും തൈലവും തേനും ഞാൻ ഉപയോഗിക്കുമായിരുന്നു. അടിവയറ്റിൽ ഞാൻ വിശുദ്ധ തൈലം വെച്ചിട്ട് എന്നും കുരിശ് വരയ്ക്കുമായിരുന്നു. ഇതാണ് എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം. മൂന്നാമത്തെ സാക്ഷ്യം, ഞങ്ങൾ നെൽകൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കണേ. അപ്പോൾ നെൽകൃഷി തുടങ്ങിയ സമയത്ത് അമ്മ, ഞാറൊക്കെ പാകുന്ന സമയത്ത് അമ്മ ഉടമ്പടി വിശുദ്ധ ഉപ്പിട്ടിട്ട് എല്ലാവരുടെയും പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പോൾ കൊയ്ത്തിൻ്റെ സമയത്ത് ഞാൻ വീട്ടിലുണ്ട്. അപ്പോൾ കൊയ്ത്ത് തുടങ്ങുന്നത് തൊട്ടിട്ട് തീരണ വരെ ഞാൻ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയായിരുന്നു. മാതാവ് ഉപ്പിട്ട് ഞാൻ അവിടെ പ്രാർത്ഥിച്ചായിരുന്നു. അപ്പോൾ മാതാവ് കഴിഞ്ഞ കൊല്ലം ഞങ്ങൾക്ക് 3000 കിലോ ആണ് നെല്ല് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഞങ്ങൾക്ക് 4000 കിലോ നെല്ല് മാതാവ് തന്നു അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, രോഗികളെ സന്ദർശിച്ച് കാണും. ഞാനൊരു നേഴ്സാണ്. അപ്പം വയ്യാതെ കിടക്കുന്നവരെ കണ്ടിട്ട് അവർക്ക് കാനുല അഴിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ക്ലീൻ ചെയ്ത് കൊടുക്കാനോ എനിമ വയ്ക്കാനോ അങ്ങനെയൊക്കെ ഞാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്. പിന്നെ കാരുണ്യപ്രവൃത്തിയായിട്ട് പൊതിച്ചോറുണ്ടാക്കിയിട്ട്, ഓണത്തിൻ്റെ സമയത്ത് പൊതിച്ചോറുണ്ട് ഞാൻ അമ്മയും കൂടി ഉണ്ടാക്കി ഒരു ചേട്ടൻ്റെ കൊടുത്തുവിടുക. അപ്പോൾ ചേട്ടന് പൈസ കൊടുക്കും, അവർ മേടിച്ചു കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാൻ പത്രം കൊടുത്തിട്ടുണ്ട്. പത്രം ഞാൻ പറഞ്ഞ പോലെ ആദ്യത്തെ പ്രാവശ്യം പത്രം വന്ന് മേടിച്ചു. ഞാൻ തിരുവല്ലയിലുള്ള സ്റ്റാൻഡിലൊക്കെ കൊടുത്തു, നടന്നു ഞാൻ കൊടുത്തു. ആ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എന്തിനാണ് കരയണമെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു പത്രം കൊടുക്കുമ്പോഴൊക്കെ. അപ്പോൾ അങ്ങനെ പത്രം കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം ഞാനിടുന്ന സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ ദൈവവചനം, പിന്നെ ധ്യാനത്തിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ സ്റ്റാറ്റസ് ഇടും, പിള്ളേർക്ക് ഫോർവേഡ് ചെയ്ത് കൊടുക്കും. ഞാൻ അങ്ങനെ ഇപ്പോൾ പള്ളിയിലാണെങ്കിൽ പോലും ഞാൻ ഫ്രണ്ടിലാണ് വന്ന് നിൽക്കണേ. ഇപ്പം എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കൊയറിൽ കയറണമെന്ന്. അപ്പം ഞാൻ കൊയറിൽ കയറി. അതിന് മുന്നേ വരെ പള്ളിയുടെ ഏറ്റവും ഫ്രണ്ടിൽ വന്ന് നിൽക്കും. കുഞ്ഞു പിള്ളേരൊക്കെ നിൽക്കുന്ന സ്ഥലത്താണ് ഞാൻ നിൽക്കണം. ഞാൻ 24 വയസ്സുണ്ട് എനിക്ക്. അപ്പം ഞാൻ സാധാരണ ആ വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ ബെഞ്ചിലൊക്കെ ആയി അല്ലെങ്കിൽ സൈഡിൽ മൂലയിലൊക്കെ ചെല്ലും. ഞാൻ കുഞ്ഞു പിള്ളേർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കണമല്ലോ എന്നുള്ള രീതിയിൽ ഞാൻ ഫ്രണ്ടിൽ പോയി നിൽക്കും. സ്വർഗസ്ഥനായ പിതാവേ എന്നൊക്കെ ചൊല്ലുന്ന സമയത്ത് ഞാൻ കൈയൊക്കെ ഉയർത്തി പിടിച്ചിട്ട് ഞാൻ അവർക്ക് മാതൃക കാണിച്ചു കൊടുക്കും. ഇങ്ങനെ വേണം ചൊല്ലാൻ, ഇങ്ങനെ വേണം പ്രാർത്ഥിക്കാൻ, ഇങ്ങനെ വേണം പള്ളിയിൽ നിൽക്കാമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ ഇതാണ് മാതാവ് വഴി ഈശോ എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളും. അതിന് ഒരു കോടാനുകോടി നന്ദി ഞാൻ പറയുന്നു. നന്ദി. സങ്കീർത്തനങ്ങൾ 121 5 മുതൽ 8 വരെ തിരുവചനങ്ങൾ. കർത്താവാണ് നിൻ്റെ കാവൽക്കാരൻ, നിനക്ക് തണലേകാൻ അവിടുന്ന് നിൻ്റെ വലത് ഭാഗത്തുണ്ട്. പകൽ സൂര്യനോ രാത്രി ചന്ദ്രനോ നിന്നെ ഉപദ്രവിക്കുകയില്ല. സകല തിന്മകളിൽ നിന്നും കർത്താവ് നിന്നെ കാത്തുകൊള്ളും. അവിടുന്ന് നിൻ്റെ ജീവൻ സംരക്ഷിക്കും. കർത്താവ് നിൻ്റെ വ്യാപാരങ്ങളെ ഇന്നും എന്നേക്കും കാത്തുകൊള്ളും. സുബി എന്ന മകളുടെ വളരെ സുന്ദരമായ മരിയൻ ഉടമ്പടി സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. അതിൻ്റെ ആദ്യത്തെ ഒരു കാൽഭാഗം മകളുടെ അവിശ്വാസ ജീവിതമാണ് മകൾ പങ്കുവെച്ചത്. പ്രിയമുള്ളവരെ, അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ച് ഒരു നിയോഗം, നമ്മൾ എന്തെങ്കിലും വാക്ക് കൊടുത്തിട്ട് ഒരു നിയോഗം അനുഗ്രഹമാക്കി മാറ്റിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തമാണ് അമ്മയുടെ സന്നിധിയിൽ കൊടുത്ത വാക്ക് പാലിക്കുക എന്നത്. പലപ്പോഴും നമുക്കൊരു അനുഗ്രഹം കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെയാവട്ടെ എന്ന് വെക്കും, നമ്മൾ വേണ്ടെന്ന് വെക്കും, നമ്മളല്ലെങ്കിൽ ചിലപ്പോൾ എൻ്റെ കഴിവ് കൊണ്ടാകുമെന്ന് കരുതും. ഇത് മൂന്നും അപകടകരമാണ്. അതുകൊണ്ടാണ് മകൾ പറയുക, ഞാൻ വീണ്ടും പഠിക്കുവാൻ പോയി, അവിടെ ജീവിക്കാൻ പറ്റുന്നില്ല, അവിടെ ഒരു ദിവസം പോലും ചെലവഴിക്കാൻ പറ്റുന്നില്ല, എനിക്ക് അസ്വസ്ഥതകൾ മാത്രമേ ഉള്ളൂ. കാരണം ഇത് യോനായെപ്പോലെ, യോന ദൈവത്തിൻ്റെ ദൂത് സ്വീകരിച്ച് നിനവയിൽ പോയി അനുതാപത്തിൻ്റെ സുവിശേഷം പറയുവാൻ അയച്ചിട്ട് മറുതലിച്ചുകൊണ്ട് കപ്പലിനകത്ത് കയറുമ്പോൾ കപ്പൽ മുഴുവനും ഉലയുന്ന വിധം തിരമാല ഉയരുന്നത് പോലെ ദൈവത്തിൽ നിന്നും കൃപ സ്വീകരിക്കുന്നവർ ദൈവത്തിന് നന്ദി പറയുവാനും ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് പാലിക്കുവാനും തയ്യാറാവുന്നില്ലെങ്കിൽ ജീവിതം പിന്നെ പ്രക്ഷുബ്ധമായിരിക്കും.
ജീവിതത്തിൽ പിന്നീട് സമാധാനം ഉണ്ടാവില്ല. കാരണം ദൈവം അവൻ ആഗ്രഹിക്കുന്നിടത്തേക്ക്, നാം കൊടുത്ത വാക്കിനടുത്തേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരും. അതാണ് മകൾ പറയുന്നത്, ഞാൻ തിരികെ നാട്ടിലെത്തി, ഒന്നും ചെയ്യാനില്ല, നേരെ വന്ന് അമ്മ മാതാവിൻ്റെ അരികിൽ വന്ന് ഉടമ്പടി എടുത്തു. ജീവിതത്തിൽ സമാധാനം വരണമെങ്കിൽ, ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ, ജീവിതത്തിൽ മേൽഗതി കാണണമെങ്കിൽ ഒരിക്കൽ ദൈവത്തിന് കൊടുക്കുന്ന വാക്ക് പാലിക്കുന്നത് വരെയും നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ എത്തിക്കുവാൻ നമുക്ക് പറ്റണം. കാരണം മകൾ ആ ഒരു ഏറ്റവും പ്രതിസന്ധിയുടെ മണിക്കൂറുകളിൽ അമ്മ മാതാവിന് കൊടുത്ത വാക്കാണ്, ഞാൻ അമ്മയുടെ ഉടമ്പടി എടുത്ത് ജീവിക്കുമെന്ന്. അതിലാണ് മകൾ വെള്ളം ചേർക്കുവാനും നീട്ടിവെക്കുവാനും അലസത കാണിക്കുവാനും ശ്രമം നടത്തിയത്. അതുകൊണ്ട് യോനായെപ്പോലെ നന്നായി ഉരുട്ടി, നന്നായി കറക്കി അവസാനം ഇവിടെ അമ്മയുടെ അരികിൽ കൊണ്ടുവന്ന് മകളെ കൊണ്ടുവന്ന് ഉടമ്പടി എടുപ്പിക്കുന്നുണ്ട്. പിന്നീട് അവൾ പറയുന്നത് മുഴുവനും അമ്മ മാതാവിൻ്റെ സാന്നിധ്യാനുഭവങ്ങളാണ്. അമ്മ കൂടെ നിൽക്കുന്നത്, അമ്മ സന്ദേശം പകരുന്നത്, അത് അച്ഛനിലൂടെ കിട്ടുന്ന സന്ദേശങ്ങൾ, സ്വപ്നത്തിൽ വന്ന് മാതാവ് കൊടുക്കുന്ന സന്ദേശങ്ങൾ, വചനം തുറക്കുമ്പോൾ വചനത്തിനകത്തുള്ള സന്ദേശങ്ങൾ ഓരോന്നും അമ്മ കൈമാറുകയാണ്. എത്രയോ തവണ അവൾ അതിരം കൊണ്ട് പറഞ്ഞു, എൻ്റെ കൂടെയുള്ളവരെല്ലാം പറഞ്ഞു ഞാൻ നന്നായി സംസാരിക്കുമെന്ന്, ജർമ്മൻ ഭാഷ നന്നായി പറയുമെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഞാൻ സക്കറിയാസിൻ്റെ വാ മൂടിക്കെട്ടിയതുപോലെ, പക്ഷിയുടെ വാ മൂടിക്കെട്ടിയതുപോലെ ഞാൻ അവിടെ ചെന്നിരുന്നിട്ട് യേസും നോയുമല്ലാതെ ഒരു വാക്ക് പറയുവാനാവാത്ത വിധം ഞാൻ കഷ്ടപ്പെട്ടു പോയി. എനിക്ക് വാക്കുകളില്ല, പറയുവാൻ എനിക്ക് ശബ്ദമില്ല, എൻ്റെ വാ മുഴുവനും ദൈവം അടച്ചു കളഞ്ഞു. അതാണ് മകൾ പറയുന്നത്, എൻ്റെ വാ മൂടിക്കെട്ടിപ്പോയി. എന്നിട്ട് എപ്പോഴാ തുറക്കുന്നത്? അവൾ ശരണപ്പെട്ടു, ഉടമ്പടി ജീവിച്ചു, അമ്മ മാതാവിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചു തുടങ്ങി, കാരുണ്യ പ്രവൃത്തി ചെയ്തു, പ്രേക്ഷിത പ്രവർത്തനം ചെയ്തു. എല്ലാവരോടും ഓരോരുത്തരോടും ദൈവസ്നേഹത്തെ പ്രതി ജീവിതം കൊടുത്തു കഴിയുമ്പോൾ, പരീക്ഷയ്ക്ക് പോകുമ്പോൾ അവൾ കാണുന്നു വാഹനത്തിന് മുമ്പിൽ ഇതാ ഒരു പക്ഷി പോകുന്നു, അതിനെ ചുണ്ട് മുഴുവനും കെട്ടിവെച്ചിരിക്കുന്നു. അതും അടയാളമാണ്. അമ്മ മാതാവ് കൃത്യമായി മകൾക്കൊരു അടയാളം കൊടുക്കുകയാണ്. നിൻ്റെ അടയ്ക്കപ്പെട്ട വാ ഞാൻ തുറക്കുവാൻ പോകുന്നു, കെട്ടപ്പെട്ട ചുണ്ട് ഞാൻ അഴിക്കുവാൻ പോകുന്നു. അതാണ് അപ്പൻ ചെന്ന് അതിൻ്റെ പക്ഷിയുടെ ചുണ്ട് കെട്ടുകൾ അഴിച്ചു കഴിയുമ്പോൾ അവൾക്ക് സന്ദേശം കിട്ടി, ഇത് എൻ്റെ കെട്ടഴിച്ചതും എൻ്റെ നാവ് സ്വതന്ത്രമാക്കിയതുമാണെന്ന്. അതല്ലേ അവൾ പറയുന്നത്, എൻ്റെ പാർട്ട്ണറിനൊന്നും അറിയില്ലായിരുന്നു, ഞാൻ പരീക്ഷയ്ക്ക് ചെന്നിരുന്നു സ്പീക്കിങ്ങിന്, പാർട്ട്ണർ കൂടി സഹകരിച്ചാലേ ഞാൻ ജയിക്കത്തുള്ളൂ. ഒന്നും അറിയാത്ത പാർട്ട്ണർ എൻ്റെ അരികിലിരിക്കുമ്പോൾ എന്നോട് സംസാരിക്കാൻ പറയുന്നു, ഞാൻ നേഴ്സിംഗ് ഇഷ്ടമല്ലെന്നും വൃദ്ധരെ പരിപാലിക്കുന്നത് ഇഷ്ടമാണെന്നും അതാണ് ഞാൻ ഈ പ്രൊഫഷൻ ആഗ്രഹിച്ചതെന്നും പറയുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നു. ജർമ്മനിയിൽ പോകുന്നത് കൂടുതലും പ്രായമുള്ളവരെ നോക്കാനുമാണ്. അവർക്ക് വേണ്ടത് മാതാവ് അവളുടെ അധരത്തിൽ വെച്ചു കൊടുക്കുകയാണ്. അവൾ വിചാരിച്ചതല്ല പറയുന്നത്. മാതാവ് അവളോട് പറയുന്നു, നിന്റെ വഴി തെളിയുന്നത് എൻ്റെ വാക്കുകളിലൂടെയാണ്. അതാണ് അവൾ ആ ഇത്തിരി നേരം ഓരോ വാക്കും മാതാവ് അധരത്തിൽ കൊടുത്തത് പറയുമ്പോൾ അവൾക്കത് വിജയത്തിന്, അനുഗ്രഹത്തിന് കാരണമാകുന്നു. പ്രിയമുള്ളവരെ, ഉടമ്പടി ചെറിയ കാര്യമല്ല. ഉടമ്പടി ഓരോ നിമിഷവും അമ്മ മാതാവ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. നാം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് അതാത് സമയത്ത് പ്രതിഫലം തരുന്ന കാര്യമാണ്. നാം ചെറിയ വിശ്വസ്തത കാണിക്കുമ്പോൾ വലിയ അനുഗ്രഹം നമുക്ക് വേണ്ടി അമ്മ ഒരുക്കി വച്ചിരിക്കുന്ന പദ്ധതിയാണ്. മകളുടെ ആ സാക്ഷ്യത്തിൽ ഓരോ സമയത്തും കൊടുക്കുന്ന വചനങ്ങൾ, ഓരോ സമയത്തുമുള്ള ഇടപെടലുകൾ, ഓരോ സമയത്തും മകൾ ചെയ്യുന്ന പ്രവൃത്തികൾക്ക് ദൈവം നടത്തുന്ന വഴികൾ, അതൊക്കെ എത്ര കൃത്യമായിട്ട് നമുക്ക് അവളുടെ ജീവിതവും അവളുടെ അവസ്ഥകളും അവൾക്ക് ഉടമ്പടി പ്രകാരമുള്ള അനുഗ്രഹവുമായിട്ട് മാറുന്നു. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി നമുക്ക് ഉടമ്പടി ജീവിക്കണം. ഉടമ്പടിയുടെ നിസ്സാര കാര്യങ്ങളോട് നമ്മൾ പുലർത്തുന്ന വിശ്വസ്തത വലിയ അനുഗ്രഹങ്ങൾ നമ്മളെ കാത്തിരിക്കുന്നതിന് കാരണമാകും. ഈ മകൾക്ക് ലഭിച്ച വിശ്വാസബോധ്യങ്ങൾക്ക്, ഉടമ്പടി അനുഭവങ്ങൾക്ക്, ഈ പരീക്ഷയുടെ വിജയത്തിന് എല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം.